ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഖുർആനികമായ കാര്യങ്ങൾ പഠിക്കാനും ചർച്ച ചെയ്യാനുമാണ്. ഇന്ന് എന്റെ സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ദൈവികതയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കണം എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഇന്ന് ലോകത്ത് ദൈവത്തിന്റെ ആവശ്യകത തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം. നിരവധി വാർത്താമാധ്യമങ്ങളിൽ ദൈവത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവവും ദീനും പ്രവാചകന്മാരും ഇവരുടെയൊക്കെ ആവശ്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വരെ ചില മുദ്രാവാക്യങ്ങളിൽ നിന്ന് ലോകത്ത് നിന്ന്, അറബ് ലോകത്ത് നിന്ന് ചില ആളുകളിൽ നിന്ന് കേൾക്കാൻ കഴിയും. അറിവല്ലാതെ ഒരു ഇലാഹും ലോകത്തില്ല, ശാസ്ത്രമല്ലാതെ ഒരു ഇലാഹും ലോകത്തില്ല എന്ന രൂപത്തിലൊക്കെ ദൈവനിഷേധത്തെക്കുറിച്ചുള്ള ചർച്ചകളും മുദ്രാവാക്യങ്ങളും ലോകത്ത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെക്കുറിച്ചും ദീനിനെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചും, ഖുർആനെന്നല്ല എല്ലാ വേദങ്ങളെക്കുറിച്ചും തെറ്റായ വിവരങ്ങളും തെറ്റായ സന്ദേശങ്ങളും ലോകത്ത് നൽകപ്പെട്ടതുകൊണ്ടാണ് ഈ രൂപത്തിൽ ദൈവത്തെയും പ്രവാചകന്മാരെയും പ്രവാചകന്മാര് പഠിപ്പിച്ച വേദങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് ലോകം സംശയിക്കാനും സംശയമുന്നയിക്കാനും ചോദ്യം ചോദിക്കാനും തുടങ്ങിയത്. മതം ഒരു മതവിശ്വാസിയാവുന്നതോടുകൂടി, ഒരു ദൈവവിശ്വാസിയാവുന്നതോടുകൂടി തന്റെ സഹോദര മതങ്ങളെയും സഹോദര വിശ്വാസികളെയും സഹോദര മതങ്ങളെയും ആ മതവിശ്വാസികളെയും ശത്രുക്കളായി കാണേണ്ട അവസ്ഥയിലേക്ക് വരും. പിന്നീട് ഇതേ മതത്തിൽ തന്നെ മറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഇവന്റെ ശത്രുവായി മാറുന്നു, ഇവന്റെ എതിരായി മാറുന്നു, പരസ്പരം കലഹിക്കുന്നു. അപ്പോൾ ലോകത്ത് മനുഷ്യസ്നേഹികളായ പല ആളുകളും ചിന്തിച്ചത് ഈ ദൈവങ്ങളും ഈ മതങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ലോകം ഇതിനേക്കാൾ സുന്ദരവും ശാന്തവും ഭംഗിയുള്ളതും സുരക്ഷിതത്വവും സമാധാനപൂർണവുമായിരിക്കുമെന്നാണ് പല ആളുകളും ദീനിനെയും അള്ളാഹുവിനെയും ദൈവത്തെയും ഒക്കെ നിഷേധിച്ച് തള്ളിക്കളയുന്ന ആളുകൾ ഉന്നയിക്കുന്നത്. ചിന്തിക്കുന്ന ആളുകളെ ഈ ചോദ്യങ്ങൾ ചോദിക്കാനും ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കാനും പ്രേരിപ്പിച്ച കാരണങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഖുർആൻ അവതരിപ്പിച്ച, ഖുർആൻ പഠിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച്, ഖുർആൻ പഠിപ്പിച്ച അല്ലാഹുവിനെ കുറിച്ചല്ല മുസ്ലിം ലോകം വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എവിടെയോ ഇരിക്കുന്ന മുമ്പ് കാലങ്ങളിലൊക്കെ ദൈവനിഷേധത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്ന ആളുകൾ കണ്ണില്ലാതെ കാണുന്ന, ചെവിയില്ലാതെ കേൾക്കുന്ന, കാലില്ലാതെ നടക്കുന്ന, കയ്യിലില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സൃഷ്ടാവാണ് ദൈവം എന്നുള്ള രീതിയിൽ ആയിരുന്നു എന്റെ കുട്ടിക്കാലത്തൊക്കെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് മദ്രസകളിൽ നിന്ന് പഠിപ്പിക്കും. അന്ന് ദൈവനിഷേധത്തിന് തെളിവായി ഉദ്ധരിച്ചിരുന്ന പല ആളുകളും കണ്ണില്ലാതെ കാണുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ കണ്ണ് മായ്ച്ചു കളയുമെന്ന് കേട്ടിട്ടുണ്ട്. ചെവിയില്ലാതെ കേൾക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ ചെവിയില്ല മായ്ച്ചു കളയും. കാലില്ലാതെ നടക്കുന്നവനാണെന്ന് പറയുമ്പോൾ കാല് മായ്ച്ചു കളയും. ഇങ്ങനെ ഓരോരോ അവയവങ്ങൾ മായ്ച്ചു കളഞ്ഞ ശേഷം പിന്നീട് ബോഡിലേക്ക് നോക്കുമ്പോൾ ശൂന്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവമേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് അന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇന്ന് ഹദീസുകളുടെ പ്രസരണം, ഹദീസുകളുടെ കടന്നുകയറ്റം വളരെ ശക്തമായപ്പോൾ, ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ദൈവത്തെക്കുറിച്ചുള്ള കഥകൾ സമൂഹത്തിൽ ശക്തമായി പ്രചരിച്ചപ്പോൾ ദൈവത്തിന് സീറ്റ് വേണം, ഇരിക്കാൻ കസേര വേണം, ഇരിക്കാൻ ഇരിപ്പിടം വേണം, പ്രത്യേകമായ അവയവങ്ങളോട് കൂടിയവനാണ് അവൻ, ആകാശങ്ങളുടെ ഏതോ കോണിലിരിക്കുന്നവനാണ് അവൻ ദേഷ്യപ്പെടുന്നവനാണ്, അവൻ തന്നെ സ്തുതിച്ചു പറയാത്തവനെ ശിക്ഷിക്കുന്നവനാണ്,
തന്നെ പുകഴ്ത്തി പറയാത്തവനും തനിക്ക് ആരാധന ചെയ്യാത്തവനെയും ശിക്ഷിക്കുന്നവനാണ് ആ ദൈവം. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് മിഥ്യയായ തെറ്റായ സങ്കല്പങ്ങളും നാടോടി കഥകളും ബാലരമയിൽ പോലും കാണാത്ത അത്രയും യുക്തിരഹിതമായ കഥകൾ കൊണ്ട് ദൈവത്തെ വിശദീകരിച്ചപ്പോൾ ദൈവത്തിന്റെ സൂഫികളും സൂഫി വൈദ്യന്മാരെന്നും അറിയപ്പെടുന്ന ആളുകൾ തന്നെ ശിക്ഷയ്ക്കും നാശത്തിനും ഇരയാകുന്നുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദൈവനിഷേധികൾ മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദൈവനിഷേധികൾ മറുഭാഗത്തും നിലയുറപ്പിക്കുമ്പോൾ ആണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ, ഈ വിഷയം നിങ്ങൾ എന്നോട് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ള കാര്യവും പ്രസക്തമാണ്. ഒന്നാമതായി ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, ദൈവം ഇന്ന് ചില മതത്തിന്റെ ആളുകൾ പറയുന്നത് പോലെ, പ്രചരിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും ആകാശങ്ങളിൽ, ഏഴാനാകാശത്തെന്നാ പറയുന്നത്, ഏഴാനാകാശത്ത് 4 ഭാഗവും മലക്കുകൾ വെഞ്ചാമരം വീശിക്കൊണ്ട് 4 ഭാഗത്തും സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് മലക്കുകൾ സ്തുതി പറഞ്ഞുകൊണ്ട് ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് ഇന്ന് ലോകത്ത് പഠിപ്പിക്കപ്പെടുന്നത്. ആ ദൈവം രാത്രിയുടെ ഏതെങ്കിലും യാമങ്ങളിൽ മാത്രം ഇറങ്ങി വരികയും ചോദിക്കുന്നവന് മാത്രം പ്രത്യുത്തരം നൽകുകയും ചെയ്യുന്ന ഒരു ദൈവസങ്കല്പമാണ് ഹദീസിന്റെ അതിപ്രസരത്തോടുകൂടി ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ മനസ്സിലാക്കി വരുന്നത്, ഇതിന് സലഫി പ്രസ്ഥാനത്തിന് ഇങ്ങനെ മനസ്സിലാക്കുന്നതിൽ വളരെ വലിയ പങ്കാണുള്ളത് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. നാം പറയുന്നത് ദൈവം ഒരു വസ്തുവല്ല, ഒരു പദാർത്ഥമല്ല എന്നുള്ളതാണ്. അള്ളാഹു എന്നുള്ളത് ഒരു പദാർത്ഥമായി മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിനെ ഒരു വസ്തുവായി മനസ്സിലാക്കുമ്പോൾ ആ വസ്തുവിന്, ആ പദാർത്ഥത്തിന് അതിരുകളുണ്ടാവും. ആ പദാർത്ഥമാണെന്ന് പറയുമ്പോൾ പദാർത്ഥപരമായ ആ വസ്തുവിന് അതിരുകൾ മാത്രമല്ല, വ്യാസം, വ്യാപ്തി, ആകൃതി എന്നിവയും അതിൻ്റെതായ പരിധികളുമുള്ള ഒന്നായി മാറും അള്ളാഹു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് മുഖം തിരിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു ആകാശത്താണെന്നും ആകാശത്തേക്ക് മുഖമുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്നും മുസ്ലിം ചിലരെങ്കിലും വിശ്വസിക്കാനുള്ള കാരണം അതാണ്. അള്ളാഹുവിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ കൽപ്പനകളിലും അവന്റെ മാർഗനിർദ്ദേശങ്ങളിലേക്കുമാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മുഖം തിരിക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം അവിടേക്കാണ് തിരിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് തിരിയുകയല്ല വേണ്ടത്. ദൈവം അന്വേഷിച്ചു പോകേണ്ട ഒരു വ്യക്തിയാണ്, ഒരു വസ്തുവാണ് എന്ന് വരുമ്പോൾ തന്നെ ആ ദൈവം വളരെ പരിമിതപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷിച്ചു പോകേണ്ട ഒരാളല്ല ദൈവം. നമ്മളില്ലാത്ത സ്ഥലത്ത് നിന്ന് ദൈവമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമുള്ള ഒരു വസ്തുവായി ദൈവത്തെ, ഒരു സംഗതിയായി ദൈവത്തെ കണ്ടപ്പോഴാണ് ദൈവം പരിമിതപ്പെട്ടതും ചുരുങ്ങിപ്പോയതും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഇന്ന് മുസ്ലിങ്ങളിൽ അധികം ആളുകളും വിശ്വസിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന 3 രംഗങ്ങളാണ്. ഒന്ന് സുജൂദിൽ, പിന്നെ ഒന്ന് മക്കത്ത് പോയാൽ, പിന്നെ രാത്രിയുടെ യാമങ്ങളിൽ. ദൈവത്തെ കൊണ്ട് കിട്ടേണ്ട ഗുണങ്ങൾ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിന്റെ പ്രധാന കാരണം ദൈവത്തെക്കുറിച്ചുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റായ ഈ ധാരണയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുജൂദിലാണ് അള്ളാഹുവിനോട് നാം നേരിട്ട് സംസാരിക്കുന്ന ഒരു രംഗം. പിന്നെ നാം അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുന്നത്, അള്ളാഹുവിനെ കാണാൻ പറ്റുന്നത് മക്കത്ത് പോയാലാണ് പിന്നെ അള്ളാഹുവിനെ കാണാൻ കഴിയുക എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ അള്ളാഹു ഇറങ്ങി വരുന്ന ഒരു സമയം രാത്രി 12 മണിക്കാണ്. രാത്രിയിലെ പകുതിയായ പിന്നെ അർദ്ധയാമങ്ങളിലാണ് അള്ളാഹുവിനെ പിന്നെ കാണാനുള്ള വഴി. ഇങ്ങനെ വന്നപ്പോൾ വിവിധ ദൈവങ്ങളിലും നിരവധി ദൈവങ്ങളിലും വിശ്വസിക്കുന്ന മതവിശ്വാസിയിൽ ഉണ്ടാകുന്ന സ്വഭാവപരമായ, സംസ്കാരപരമായ,
ശുദ്ധി പോലും പരിശുദ്ധി പോലും മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഈ തെറ്റായ ധാരണയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം ചുമരിലുള്ള ചിത്രത്തെ കണ്ട് ആ ചിത്രത്തിൽ കാണുന്ന ദൈവത്തിന്റെ മുന്നിൽ വെച്ചെങ്കിലും കുറ്റവും തെറ്റും ചെയ്യാൻ മടിക്കുന്ന സഹോദര മതവിശ്വാസിയെയാണ് നാം കാണുന്നത്. അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വെച്ചെങ്കിലും പാപങ്ങളും കുറ്റങ്ങളും തിന്മകളും പ്രവർത്തിക്കാതിരിക്കാൻ താല്പര്യം കാണിക്കുന്ന സഹോദര സമൂഹങ്ങളെയാണ് നാം കാണുന്നത്. മുറ്റത്തുള്ള തുളസിത്തറയുടെ മുമ്പിൽ വെച്ചെങ്കിലും തെറ്റുകളും തിന്മകളും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന സഹോദര സമൂഹങ്ങളെയാണ് നാം കാണുന്നത്. പക്ഷേ മുസ്ലിങ്ങൾ അവരുടെ അല്ലാഹുവിനെ പ്രത്യേകമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചതോടുകൂടി ഏതാനും സമയങ്ങളിൽ ഒഴിച്ച് ആ അല്ലാഹുവിന്റെ സാന്നിധ്യം തന്റെ കൂടെ ഇല്ല എന്ന് സമൂഹത്തെ വിശ്വസിപ്പിച്ചതിന്റെ പേരിൽ ഇവന് തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാൻ കൂടുതൽ പ്രേരണയായി തീരുകയാണ് അതുകൊണ്ടുണ്ടായി തീർന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനാണ്. അപ്പൊ ഞാൻ എന്റെ സഹോദരങ്ങളെ നിങ്ങളോട് പറയുന്നത്, അല്ലാഹു എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല, ഒരു പദാർത്ഥമല്ല എന്നാണ്. ഒരു വസ്തുതയാണത്. വസ്തുതക്ക് അപ്പുറത്തൊരു പ്രതിഭാസമാണത്. കാരണം വസ്തുത എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി, അതിന്റെ വ്യാസം, അതിന് അനിയന്ത്രിതമായി അതിന് പരിമിതികളോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ കിടക്കുകയാണ്. അതിന് രൂപമില്ല. രൂപമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വസ്തുതക്ക് രൂപമില്ല, ഒരു പ്രതിഭാസത്തിന് രൂപമില്ല. രൂപമില്ലാത്ത പ്രതിഭാസമാവുമ്പോൾ അത് അമൂർത്തമാണ്. അതിന് രൂപമില്ലാത്തതായതുകൊണ്ട് അമൂർത്തമായ വസ്തുതയായതുകൊണ്ട് അതിരുകളില്ലാത്ത ഒന്നായി അതിനെ നാം മനസ്സിലാക്കേണ്ടത്. കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഭൂമിയോ ആകാശമോ ഇങ്ങനെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഇതിനൊക്കെ അപ്പുറത്തൊക്കെ ഇതിനൊക്കെ അതീതമായ ഒരു പ്രതിഭാസമാണ്, ഒരു വസ്തുതയാണ് അല്ലാഹു എന്നുള്ളത്. ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ സത്യം എന്ന് പറയുമ്പോൾ ആ സത്യം സമൂഹത്തിൽ നടമാടുമ്പോൾ അതിന്റെ ഗുണവും ആ സത്യം വ്യക്തിയിലും സമൂഹത്തിലും ഇല്ലാതാവുമ്പോൾ അതിന്റെ ദോഷവും നമുക്ക് അനുഭവവേദ്യമാണ്. പക്ഷേ ആ സത്യത്തിനൊരു ആകൃതി, സത്യം എന്ന ഒരു വസ്തുതയെ എടുത്തുകൊണ്ട് നമുക്കതിനൊരു ആകൃതിയോ രൂപമോ നിർണയിക്കാനോ സങ്കല്പിക്കാനോ നമുക്ക് കഴിയില്ല. കാരണം അതിനൊരു ആകൃതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിന്റെ കാരണം. അത് അമൂർത്തമായതുകൊണ്ട് തന്നെയാണ് അതിന്റെ കാരണം. കേവലം വസ്തുവിൽ നിന്നും വസ്തുതയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഈ വസ്തുതയേക്കാളൊക്കെ അതിവിശാലമായ അതിരുകളില്ലാത്ത അമൂർത്തമായ, അതിന് കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഭൂമിയോ ആകാശമോ ഒന്നും പരിമിതികളോ നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസത്തെയാണ് ദൈവം അല്ലാഹു എന്നൊക്കെ നാം പറയുന്നത്. അത് കാലത്തിന് പ്രദേശങ്ങൾക്ക് മറ്റ് എന്തെല്ലാം പരിമിതികളുണ്ടോ അതിനൊക്കെ അതീതമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിനെ ആ ദൈവത്തെ, ആ അല്ലാഹുവിനെ നാം കേവലം പദാർത്ഥം എന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ, വിശദീകരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരിക്കലും വിജയം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ദൈവം എവിടെയാണെന്ന് നാം ചോദിക്കേണ്ടി വരുന്നത്. അക്രമം ഒരു രാജ്യത്ത് നടക്കുമ്പോൾ, സംഘർഷങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, നിരപരാധികളായ കുഞ്ഞുങ്ങളടക്കമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രകൃതി ദുരന്തങ്ങളിൽ മരിച്ചു വീഴുമ്പോൾ ഈ ദൈവത്തെ അന്വേഷിക്കുന്നത് എവിടെയാണ് കാരുണ്യവാനായ നിങ്ങൾ പറയുന്ന സൃഷ്ടാവ് എന്ന്, ആ റബ്ബ് എവിടെയാണ് എന്ന് ഈ ബുദ്ധിയുള്ള ആളുകൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവത്തെ ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ദൈവം ഇതിനൊക്കെ അതീതമായ, കേവലം പദാർത്ഥങ്ങൾക്കോ പ്രദേശങ്ങൾക്കോ ഒക്കെ അതീതമായ ഒന്നാണ്. അതിന് കേവലം നാം പദാർത്ഥം എന്ന നിലയിൽ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ആ പദാർത്ഥ രൂപത്തിൽ ആ ദൈവത്തെ കാണാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നാം സംശയിക്കുന്നത്. പദാർത്ഥ രൂപത്തിൽ, പദാർത്ഥത്തിനെ വ്യാഖ്യാനിക്കുന്ന രൂപത്തിൽ, വിശദീകരിക്കുന്ന രൂപത്തിൽ ദൈവത്തെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താനും ശ്രമിച്ചാൽ അത് ഒരിക്കലും വിജയം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ
ഒരു വസ്തു അമൂർത്തമല്ല എന്ന, രൂപമില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മൂർത്തവും രൂപവും, അതായത് രൂപവും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതുമായ അതിന്റെ ഗുണങ്ങളെയും അനുഗ്രഹങ്ങളെയും നമുക്ക് നിഷേധിക്കാനാവില്ല. ഒരു വസ്തു അമൂർത്തമാണ്. അതിനാണ് ഞാൻ സത്യത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞത്. സത്യം എന്ന് പറയുന്ന ഒരു വസ്തുത സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ അതിന്റെ ഗുണം നമുക്കറിയാം, അതില്ലാതാവുമ്പോൾ അതിന്റെ ദോഷവും നമുക്ക് അനുഭവവേദ്യമാണ്. അപ്പൊ ഒരു വസ്തുവിന് രൂപമില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അതിന്റെ ഗുണങ്ങളെയോ അതിന്റെ അനുഗ്രഹങ്ങളെയോ നിഷേധിക്കാനാവില്ല. അപ്പോ അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് അവന്റെ അനേകായിരം ഗുണങ്ങളിലൂടെയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതും അനുഭവിച്ചറിയേണ്ടതും എന്നാണ് പറയുന്നത്. ആ അനുഭവങ്ങൾ അത്രയും കൃത്യമായ, ഒരു രൂപമില്ല, ഒരു ആകൃതിയില്ല, അമൂർത്തമാണ് എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ നിഷേധിക്കുന്നതിനോളം വേറെ വിവരക്കേട് മറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള മിഥ്യാസങ്കല്പങ്ങളാണ്, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ് ഇന്ന് ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ലാ ഇലാഹ ഇല്ലൽ ഇൽമ, അറിവല്ലാതെ ലോകത്ത് ഒരു ഇലാഹുമില്ല, ശാസ്ത്രമല്ലാതെ ലോകത്തൊരു ഇലാഹുമില്ല എന്ന രൂപത്തിലൊക്കെ ദൈവനിഷേധത്തിന്റെ മുദ്രാവാക്യങ്ങൾ അറബിയിലൊക്കെ ചില രാജ്യങ്ങളിൽ നിന്ന് കേട്ടുവരാനുള്ള കാരണം. ഖുർആൻ തന്നെ പറയുന്നത് അൽ ഇൽമ നിനക്ക് വന്നു കിട്ടിയ ശേഷം, ശാസ്ത്രീയമായ അറിവ് തന്നെ എന്നാണ് അതിന്റെ അർത്ഥം. അറിവ് നിനക്ക് വന്നു കിട്ടിയ ശേഷം നിന്നോട് തർക്കിക്കുന്ന ആളുകൾ, അറിവ് എന്നതുകൊണ്ട് നമ്മുടെ പാരമ്പര്യ പുരോഹിതന്മാരും പണ്ഡിതന്മാരും നേതാക്കന്മാരും വിശദീകരിച്ചത് കെട്ടുകഥകളും ഊഹങ്ങളും ഐതിഹ്യ കഥകളും കുറച്ച് മുത്തശ്ശി കഥകളും അത് അടങ്ങുന്ന ഒരു പഴങ്കഥകളെയാണ് ഇവർ അറിവ് കൊണ്ട് വിശദീകരിച്ചത്. പിന്നെ അറിവ് കൊണ്ട് അവർ വിശദീകരിച്ചത് കേവലം ചില ആചാര അനുഷ്ഠാനങ്ങളാണ് അവർ വിശദീകരിച്ചത്. യുക്തിയോ ബുദ്ധിയോ ഒന്നും അവന്റെ മുന്നിൽ വിലപ്പോവില്ല. യുക്തി തീരെ പാടില്ല, ബുദ്ധി തീരെ ഉപയോഗിക്കാൻ പാടില്ല, ചിന്ത തീരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ ഏത് കെട്ടുകഥയായാലും ഏത് തെറ്റായ ആചാരാനുഷ്ഠാനങ്ങളായാലും ശരി അതിനെ ചോദ്യം ചെയ്യാനോ അതിന്റെ യുക്തിയെക്കുറിച്ച് അന്വേഷിക്കാനോ പാടില്ല എന്ന രൂപത്തിൽ വിശദീകരിച്ചപ്പോഴാണ് യുക്തിയും ബുദ്ധിയുമുള്ള ആളുകൾ ദൈവത്തെയും ദൈവവിശ്വാസങ്ങളെയും ദൈവത്തെയും ഒക്കെ ചോദ്യം ചെയ്യാനും തള്ളിക്കളയാനും തുടങ്ങി. മറിച്ച് ഖുർആൻ പറയുന്നത് ചിന്തിക്കാത്ത മനുഷ്യരാണ് ജീവജാലങ്ങളിൽ ഏറ്റവും ചീത്ത ജീവി എന്നാണ്. ഇത്രമാത്രം ചിന്തയെ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രവും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന ശർറത്തവാദ് സുമ്മുൻ ബുക്മുൻ ലാ യാഖിലൂൻ, അഖിൽ ഉപയോഗിക്കാത്ത, കാര്യങ്ങൾ വിവേചിച്ചറിയാത്ത, കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുകയും ചിന്തിക്കുകയും ചെയ്യാത്ത ബധിരരും മൂകരുമായ ആളുകളാണ് ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്ത ജീവി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ചിന്തയെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിച്ച, അറിവിനെയും ശാസ്ത്രത്തെയും ഇത്രയധികം പ്രോത്സാഹിപ്പിച്ച ഒരു ഗ്രന്ഥം വേറെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം ജ്ഞാനത്തെ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നുള്ള അറിവ് നേടാനാണ് പറയുന്നത്, വിശ്വസിക്കാൻ പോലുമല്ല. നീ അത് തിരിച്ചറിയണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഇൽമ് നേടാനാണ്, ജ്ഞാനം നേടാനാണ്, അറിവ് നേടാനാണ് അതിനെക്കുറിച്ച് അല്ലാഹു എന്ന് പറയുന്നത്. അത് തിരിച്ചറിയുകയാണ് വേണ്ടത്, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം നേടുകയാണ് വേണ്ടത്. അതാണ് അൽ ഇൽമ് നിനക്ക് വന്ന ശേഷം എന്നാണ് നമ്മൾ ഓരോരുത്തരോടും വിശിഷ്യ പ്രവാചകനോടും നിരവധി വചനങ്ങളിൽ അല്ലാഹു ഖുർആനിലൂടെ ഉത്ബോധിപ്പിക്കുന്നത്. അത് തന്നെയാണല്ലോ ഇവരുടെ മുദ്രാവാക്യവും ലാ ഇലാഹ ഇല്ലൽ ഇൽമാണ്. ഇൽമല്ലാതെ ഇലാഹില്ല എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ, ദൈവത്തെക്കുറിച്ചുള്ള സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ചൊക്കെയുള്ള ജ്ഞാനവും ആ വ്യക്തമായ ജ്ഞാനവും അതനുസരിച്ചുള്ള പ്രവർത്തനവും തന്നെയാണ് ദൈവികത. അത് തന്നെയാണ് ദൈവം മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ യുക്തിരഹിതമായ, ബുദ്ധിശൂന്യമായ കെട്ടുകഥകളും ആചാരാനുഷ്ഠാനങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിച്ചപ്പോൾ
അതിന്റെ യുക്തിയോ ബുദ്ധിയോ സമൂഹം അന്വേഷിക്കുമ്പോൾ അത് ചോദിക്കുന്നവനും നിരീശ്വരവാദിയും യുക്തിവാദിയും മതരഹിതനും മതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനുമായി ഇവർ ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമുക്ക് ലോകത്ത് കാണാൻ കഴിയുന്നത്. സത്യത്തിൽ ഖുർആൻ മനസ്സിലാക്കുമ്പോഴാണ്, ഖുർആനെ കുറിച്ച് ശരിയായ രൂപത്തിൽ നാം പഠിക്കുമ്പോഴാണ്, ഖുർആൻ വിശദീകരിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും വരാം. ഒരു വസ്തുവിന്റെ ഭാരം നിശ്ചയിക്കാനുള്ള, അപ്പൊ ദൈവത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, എങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താം എന്ന് ചില ആളുകൾ ചോദിക്കുകയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ തൊട്ട് മനസ്സിലാക്കാൻ പറ്റും? നാവ് കൊണ്ട് രുചിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ പറ്റുമോ എന്ന രൂപത്തിലൊക്കെ ചോദിക്കുകയുണ്ടായി. എവിടെയാണ് ഇപ്പൊ ഈ ദൈവം ഇരിക്കുന്നത്? അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ ഈ ലോകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാമായിരുന്നു. ലോകത്ത് ഇങ്ങനെ ഈ രൂപത്തിൽ അക്രമികളെയും കൊലയാളികളെയും ക്രൂരന്മാരെയും അഴിഞ്ഞാടാൻ അനുവദിക്കരുത്. ബാക്കിയുള്ള നിരപരാധികൾക്കെങ്കിലും സ്വൈരമായി ജീവിക്കാനുള്ള ഒരു അവസരം നൽകത്തക്ക രൂപത്തിൽ പ്രവർത്തനങ്ങൾ തിട്ടപ്പെടുത്താൻ അള്ളാഹുവിനോടൊന്ന് ആവശ്യപ്പെടാൻ ആ അള്ളാഹുവിൽ നിന്ന് കാണിച്ചു തരുമോ എന്ന രൂപത്തിലൊക്കെ ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് പറയാനുള്ളത്, ഈ ഓരോ വസ്തുവിനെയും നമുക്ക് നിശ്ചയിക്കാനും, ഓരോ വസ്തുവിനെയും അതിന്റെ വ്യാപ്തിയായാലും അതിന്റെ ഭാരമായാലും അതിന്റെ ഊഷ്മാവായാലും അതിന്റെ ചൂടായാലും തണുപ്പായാലും ഓരോന്നും അളക്കാനും മനസ്സിലാക്കാനും അതിൻ്റെതായ മാനദണ്ഡമുണ്ട്. ഒരു വസ്തുവിന്റെ ഭാരം അളക്കാൻ നിശ്ചയിക്കുന്ന സ്കെയിലോ മാനദണ്ഡമോ അല്ല അതേ വസ്തുവിന്റെ തന്നെ വ്യാപ്തി നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒരു വസ്തുവിന്റെ ദൂരം അളക്കാൻ ഈ രണ്ടും പറ്റില്ല. ഭാരം അളക്കുന്നതോ വ്യാപ്തി അളക്കുന്നതോ ആയ സ്കെയിൽ കൊണ്ടോ മാനദണ്ഡം കൊണ്ടോ അതിന്റെ ദൂരം അളക്കാൻ കഴിയില്ല. ഒരു വസ്തുവിന്റെ മർദ്ദം അളക്കാൻ മറ്റൊരു മാനദണ്ഡമാണ്, മറ്റൊരു സ്കെയിലിനെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പൊ നമുക്ക് അന്തരീക്ഷത്തിന്റെ ഊഷ്മാവ് അളക്കണമെന്ന് വിചാരിക്കാം, അതിനുപയോഗിക്കുന്ന മാനദണ്ഡം വേറെയാണ്, അതിന് വേറെ മാതിരിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഭൂമിയിലെ ദൂരം അളക്കുന്ന ആ ഉപകരണം വെച്ചല്ല ആകാശത്തിന്റെയും സമുദ്രത്തിന്റെയും ദൂരം അളക്കുക, അത് വേറെയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഓരോന്ന് അളക്കാനും നിശ്ചയിക്കാനും അതാതിന്റെ അളവുകോലുകള് നിർബന്ധമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇതൊക്കെ ഗണിതശാസ്ത്ര നിയമങ്ങളനുസരിച്ച് ഓരോന്നിനും അളവുകോലുകളും അതിന്റെ ഡിഗ്രിയും മറ്റതൊക്കെ ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ട്. ഗണിത നിയമങ്ങൾക്ക് അതിൻ്റെതായ പരിമിതികളുമുണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന്, ഒരു ശാസ്ത്രവും സമ്പൂർണമോ, അത് വിചാരിച്ച് ശാസ്ത്രം സമ്പൂർണമായ ഒരു അറിവല്ല, അന്തിമമായ ഒരു അറിവല്ല എന്നതുകൊണ്ട് ശാസ്ത്രത്തെ മുഴുവൻ നിരാകരിക്കണമെന്നില്ല. ഇവർ ശാസ്ത്രത്തെ മതവിശ്വാസികൾ തള്ളിക്കളയുമ്പോൾ തന്നെ ശാസ്ത്രത്തിന്റെ മുഴുവൻ വസ്തുതകളെയും അവർ ഉപയോഗിക്കുകയും ചെയ്യും. ശാസ്ത്രത്തെയും ശാസ്ത്രജ്ഞന്മാരെയും ശാസ്ത്രീയമായ അറിവുകളെയും ഒക്കെ നിഷേധിക്കുന്നതോടൊപ്പം തള്ളിക്കളയുന്നതോടൊപ്പം അതിനൊക്കെ തള്ളിക്കളയുമ്പോൾ ഈ ശാസ്ത്രീയമായ അറിവുകൾ കൊണ്ട് കണ്ടുപിടിച്ച ഏതേത് വസ്തുക്കളുണ്ടോ, അത്യാധുനിക ഉപകരണങ്ങളുണ്ടോ, അതൊക്കെ ഈ മതവിശ്വാസികൾ അവരുടെ മതപരമായ ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും സംഘർഷങ്ങൾക്കുമൊക്കെ ഇതേ ശാസ്ത്രം കണ്ടുപിടിച്ച ഉപകരണങ്ങളും അത്യാധുനിക ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ ഇവർ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ശാസ്ത്രം അന്തിമമായ അറിവല്ല എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അപ്പോ ഓരോന്നിനും ഓരോ വസ്തുവിന്റെയും ഭാരമായാലും ഊഷ്മാവായാലും മർദ്ദമായാലും മറ്റേതനായാലും അത് നിശ്ചയിക്കാനും അളക്കാനും ഒരു അതാതിൻ്റെതായ മാനദണ്ഡങ്ങളും സ്കെയിലുകളും ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് ആമുഖമായി ഞാൻ പറയാനുള്ള കാരണം, അല്ലാഹുവിനെ നമ്മൾ അളന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്, അത് അളക്കാനുള്ള ഉപകരണം എന്താണ്. അവിടേക്ക് നമ്മുടെ ചിന്ത ഒന്ന് കൊണ്ടുപോകാനാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം വെച്ചത്. ഒരു നല്ല ചിത്രം അത് നല്ലതാണ് എന്ന് നമ്മൾ എങ്ങനെയായി വിലയിരുത്താം? അതിനുള്ള മാനദണ്ഡം എന്താണ്? ഒരു നല്ല സംഗീതം, ഒരു നല്ല പാട്ട് കേട്ടാൽ അതൊരു നല്ല ഗാനമാണ്. ഒരു നല്ല പ്രസംഗം കേൾക്കുക, നല്ല ഗ്രന്ഥം വായിക്കും, നല്ല സ്വഭാവം, ഇതൊക്കെ വിലയിരുത്താൻ അതിൻ്റെതായ ഓരോന്നിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ ഒന്നിന്റെ ഒരു ചിത്രത്തെ കുറിച്ച് ഒരു ചിത്രം നല്ലതാണെന്ന് തീരുമാനിക്കുന്ന അളവ് പോലോ മാനദണ്ഡമോ അല്ല
ഒരു സംഗീതം നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡവും അളവുപോലും, ഒരു നല്ല പ്രസംഗം എന്ന് വിലയിരുത്താൻ ഉപയോഗിക്കുന്ന മാനദണ്ഡമോ അളവുപോലോ അല്ല ഒരു നല്ല ഗ്രന്ഥത്തെ വിലയിരുത്താൻ അളക്കാൻ നാം ഉപയോഗിക്കുന്ന മാനദണ്ഡവും കയ്യിലും. അതുപോലെ തന്നെ നല്ല സ്വഭാവം, ഒരു വ്യക്തിയുടെ സ്വഭാവം അളക്കുന്ന മാനദണ്ഡമല്ല ഒരു ഗ്രന്ഥം നല്ലതാണെന്ന് തീരുമാനിക്കുന്ന അളവുകോല് കൊണ്ടല്ല, ഒരു മനുഷ്യന്റെ ആ മാനദണ്ഡം കൊണ്ടോ അളവുകോലോ അല്ല ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നല്ല സ്വഭാവമെന്നോ ചീത്ത സ്വഭാവമെന്നോ നാം വിലയിരുത്താൻ ഉപയോഗിക്കും. അപ്പോ നമുക്ക് പരിചിതമായ യാതൊന്നിനോടും യാതൊരു വിധത്തിലും സാദൃശ്യമില്ലാത്ത, നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്, ഇപ്പൊ നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ രൂപം കാണിച്ചിട്ട് ഇതുപോലെയാണ്, ഇതാണ് ദൈവം എന്ന് യാതൊരു രൂപത്തിൽ സാദൃശ്യം ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത, വ്യത്യസ്തമായ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയും ഗുണങ്ങളിലൂടെയും മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, നമുക്ക് പരിചിതമായ, നമ്മുടെ മുന്നിലോ നമ്മുടെ ജീവിതത്തിലോ പരിചിതമായ യാതൊരു വിധത്തിലുള്ള വസ്തുക്കളോടും യാതൊരു സാദൃശ്യവും ഇല്ലാത്ത, സാദൃശ്യം പോലെയുള്ളതിനോട് സാദൃശ്യം പോലും ഇല്ലാത്ത, അതാണ് ലൈസ കമിസ്ലിഹി എന്നാണ്. ലൈസ മിസ്ലിഹി ഷൈഅൻ എന്നല്ല. കാരണം അതിനും മാതൃകയോട് പോലും മാതൃക, ഒരു മിസിൽ ഒരു മാതൃക കാണിച്ചിട്ട് അതിനും അതുപോലും ഇല്ലാത്ത ഒരു പ്രതിഭാസത്തെ പദാർത്ഥങ്ങളാക്കാൻ ഉപയോഗിക്കുന്ന നമുക്ക് പരിചിതമായ ഒരു അളവുകൊണ്ട് അളക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്റെ സുഹൃത്തുക്കൾ ദൈവത്തെക്കുറിച്ച് എന്നോട് ചോദിച്ച, അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച, അള്ളാഹുവിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് ആവശ്യപ്പെട്ട എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളതാണ്, നമ്മുടെ അനുഭവങ്ങളിലൂടെയോ ഗുണങ്ങളിലൂടെയോ മാത്രം നമുക്ക് പരിചിതമായ യാതൊന്നിനോടും യാതൊരു വിധത്തിലും ഒരു അതാണ് ഞാൻ ആ ഖുർആനിലെ വചനം ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നാണ്. ലൈസ മിസ്ലിഹി ഷൈഉൻ എന്നല്ല, അവനെപ്പോലെ ഒന്നില്ല എന്നല്ല പറയുന്നത്. ആ മിസ്ല് പോലെ കാണാൻ പോലെ രണ്ട് അള്ളാഹുവിന്റെ ഒരു മസൽ, ഒരു ഉപമ, ഒരു സാദൃശ്യമുള്ള ഒരു വസ്തു, ആ സാദൃശ്യമുള്ള വസ്തുവിനെ പോലും ഇല്ലാത്ത ഒന്നിനെ, ഒരു പ്രതിഭാസ, അതിനൊക്കെ അതീതമായ ഒരു പ്രതിഭാസത്തെ നാം നേരത്തെ പറഞ്ഞ പദാർത്ഥങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഒരു നല്ല ചിത്രം, അല്ലെങ്കിൽ നല്ല സംഗീതം, അല്ലെങ്കിൽ നല്ല പ്രസംഗം അളക്കാൻ ഉപയോഗിക്കുന്ന അളവ് പോലെ കൊണ്ട് അളന്ന് മനസ്സിഷ്ടപ്പെടുത്തി വിശദീകരിച്ച് തരണമെന്ന് പറയുന്നതാണ് വിവരക്കേട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിന് സാധ്യമല്ലാത്ത ഒരു പ്രതിഭാസമാണ് ദൈവം എന്നത്. പിന്നെ അതിനെ അളക്കാനുള്ള ഇതെന്താണ്? അത് കേവലം പദാർത്ഥപരമായ ജ്ഞാനമാണ് അല്ല. പദാർത്ഥപരമായ ജ്ഞാനത്തിനേക്കാളൊക്കെ അപ്പുറത്തുള്ള അത്യുന്നതമായ ഒരു ജ്ഞാനമാണ്, ഒരു അറിവാണ് ദൈവത്തെ അളക്കാനുള്ള അളവുകൾ. അത് പദാർത്ഥ നിബദ്ധമായ, ഇപ്പോ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ നല്ല ഒരു പദാർത്ഥത്തെ കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം വെച്ചിട്ട് ഒരു ദൈവത്തെ കണ്ടെത്താനോ ദൈവത്തെ മനസ്സിലാക്കാനോ ദൈവത്തെ അളന്ന് ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ സാധിക്കില്ല. അതിൽ നിന്നൊക്കെ അത്യുന്നതമായ ഒരു ജ്ഞാനമാണ്, മനസ്സിന്റെ അത്യുന്നതമായ ഒരു വിധാനത്തിലേക്കുള്ള എത്തിച്ചേരലോ അവസ്ഥയോ ആണ് സത്യത്തിൽ ദൈവം എന്ന് പറയുന്നത്. ആ മനസ്സിന്റെ അത്യുന്നതമായ, അതാണല്ലോ വിവേകാനന്ദൻ ദൈവത്തെക്കുറിച്ച് 3 ഘട്ടങ്ങളിലൂടെയാണ് വിവേകാനന്ദൻ വിശദീകരിച്ചത്. അത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഏതൊരു ക്ലാസ്സിൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ദൈവം വിദൂരസ്ഥനും നമ്മുടെ ആരാധനകളും അർച്ചനകളും ആവശ്യമുള്ളവനും ആണെന്ന് പറയുമ്പോൾ അത് പ്രാഥമിക ഘട്ടമേ, ദൈവവിശ്വാസത്തിന്റെ പ്രാഥമിക ഘട്ടമേ എത്തുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ദൈവത്തിന്റെ അത്യുന്നതമായ 3ാമത്തെ ഘട്ടത്തിലാണ് ശരിയായ ദൈവവിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. ദൈവത്തിന് രൂപം സങ്കല്പിക്കുകയും ആ ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കാൻ ഒരു വീട് കെട്ടിയുണ്ടാക്കുകയും ചെയ്യുന്നവൻ തന്നെ ദൈവനിഷേധിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
അവൻ സത്യത്തിൽ ദൈവവിശ്വാസിയല്ല, അവൻ ദൈവനിഷേധിയാണ്. കാരണം ദൈവത്തെ ഒരു വീടിനുള്ളിൽ പരിമിതപ്പെടുത്തേണ്ടവനല്ല, അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു അത്യുന്നതമായ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും തലത്തിൽ എത്തുമ്പോൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒന്നാണ് ദൈവം എന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ സമർപ്പിക്കുന്നത്. അപ്പൊ ഉന്നതമായ ജ്ഞാനമാണ് ഈ ദൈവത്തെ മനസ്സിലാക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുമ്പോൾ ആ ഉന്നതമായ ജ്ഞാനത്തിനുമുണ്ട് അതിൻ്റെതായ പരിമിതികളെന്ന് നമുക്കറിയാം. എത്ര വലിയ ജ്ഞാനമാണെങ്കിലും അത് അപൂർണമാണെന്ന് നമുക്ക് കാണാം. വളരെ നിസ്സാരമായ ആ വിഷയം നമ്മൾ അതിന്റെ ശരിയും തെറ്റിലേക്ക് ഇപ്പൊ ഞാൻ അതിന്റെ ശരാശരിയിലേക്ക് അതിന്റെ ശരിയോ തെറ്റോ ഇപ്പൊ നമ്മൾ വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് ആ വിഷയം ഞാൻ ഇവിടെ മാറ്റിവെക്കുക. നമ്മളിവിടെ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് വളരെ നിസ്സാരമായ ഒരു ധാന്യമണി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫലത്തിന്റെ വിത്ത് ഭൂമിക്കടിയിൽ കിടക്കുന്നു. നിശ്ചിത സമയമെത്തുമ്പോൾ കഠിനമായ വളരെ കടുകട്ടിയായ ഭൂമിയുടെ ഉപരിതലം പിളർത്തിക്കൊണ്ട് ആ വിത്ത് അല്ലെങ്കിൽ ആ ധാന്യമണി ഭൂമിയിൽ ഒരു മനുഷ്യന്റെയും ഒരു ജീവജാലങ്ങളുടെയും സഹായമില്ലാതെ തന്നെ വളരെ നേർത്തവും ദുർബലവുമായ അതിന്റെ മുള കഠിനമായ ശക്തമായ ഭൂമിയുടെ ഉപരിതലം പിളർത്തി പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. ആ മുളയിൽ തന്നെ ആ പറയുന്ന ഭൂമിയുടെ ഉപരിതലത്തെ ഏതെങ്കിലും ഒരു ചെറിയ കല്ലിന്റെ പൊട്ട് തട്ടിയാൽ വരെ മുറിഞ്ഞു പോകുന്ന അത്രയും നേർത്ത അതിന്റെ മുളയാണ് ഇതൊക്കെ പിളർത്തിക്കൊണ്ട് പുറത്തേക്ക് വരുന്നത്. ഇത്രയും കഠിനമായ ഭൂമിയുടെ ഉപരിതലം ഇത്രയും നിസ്സാരമായ നേർത്ത മുളയ്ക്ക് വേണ്ടി പിളർത്തിയതാണ്. അതിന്റെ ഉത്തരവാദിത്വം വഹിച്ച കാര്യകാരണത്തെയാണ് ദൈവം എന്ന് നാം പറയുന്നത്. അപ്പോ അവരുടെ ചോദിച്ചേക്കാം, ഇതൊക്കെ നമ്മളിപ്പോ സാറേ ദിവസം കാണുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, ഇതിലിപ്പോ എന്താ പ്രത്യേകതകൾ? ഇതൊക്കെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയുടെ പ്രതിഭാസമായി ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളായി നിത്യേന കണ്ടുവരുന്ന കാര്യങ്ങളല്ലേ, ഇതിലൊക്കെ എന്താ ഇത്ര പറയാനുള്ളത് എന്ന് നമ്മൾ ആളുകൾ ചോദിക്കാം. ശരിയാണ്, പ്രതിഭാസം പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ തന്നെയാണ്, തീർച്ചയായും അത് തന്നെയാണ്. പക്ഷെ നമുക്ക് യാതൊരു നിയന്ത്രണമോ സ്വാധീനമോ ഇല്ലാത്ത, നമുക്ക് ഉള്ളിൽ തന്നെയും അതുപോലെ തന്നെ നമുക്ക് ഈ ചുറ്റിൽ നടക്കുന്ന നാം അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാവിധ അത്ഭുത പ്രതിഭാസങ്ങളുടെയും കാര്യകാരണ ബന്ധങ്ങളെയാണ് നമുക്കറിയാവുന്ന ഏറ്റവും ദുർബലമായ ഭാഷാശൈലിയിൽ ദൈവമെന്ന് പറയുന്നത്. അങ്ങനെ ദൈവങ്ങൾ അള്ളാഹുവിനെ പറഞ്ഞുകൊള്ളണമെന്ന് അള്ളാഹുവിനെ ഖുർആനിൽ വാശി കൊടുത്തിട്ടില്ല. കുല്ലുകൊള്ള നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചോളൂ, അവിപ്പോൾ റഹ്മാൻ അല്ലെങ്കിൽ റഹ്മാനെ വിളിച്ചോളൂ, അയ്യമ്മാത്തോ നിങ്ങൾ എന്ത് വിളിച്ചാലും ഏറ്റവും നല്ല ഗുണങ്ങളൊക്കെ ഏറ്റവും നല്ല അസ്മാവുകൾ വിശിഷ്ടമായ ഗുണങ്ങളൊക്കെ ദൈവത്തിനുള്ളതാണ്. ഏറ്റവും ഈ പ്രപഞ്ചത്തിന് വിശിഷ്ടമായ ഏതേത് ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളൊക്കെ ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് പേര് വിളിച്ചാലും, പരമകാരുണികൻ എന്ന് വിളിച്ചാലും, അല്ലാഹി എന്ന് വിളിച്ചാലും, റഹ്മാൻ എന്ന് വിളിച്ചാലും, റഹീം എന്ന് വിളിച്ചാലും, ഗഫൂർ എന്ന് വിളിച്ചാലും, ഏതേത് ഗുണങ്ങളിലൂടെ അവനെ വിളിച്ചാലും അതൊന്നും പ്രശ്നമല്ല എന്ന് അല്ലാഹു തന്നെ പറയുന്നത്. അപ്പോ സത്യത്തിൽ അല്ലാഹു എന്ന് പറയാൻ നമുക്കറിയാവുന്ന ദുർബലമായ ഈ ഭാഷാശൈലിയിൽ അല്ലാഹുവിനെ വിളിക്കുന്നത് ആ പ്രതിഭാസത്തിന് അർഹമായ പേരോ അനുയോജ്യമായ പേരോ ആകണമെന്ന് ഇല്ല. സത്യത്തിൽ ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ ദൈവം എന്ന പേര് പൂർണ്ണമായ അർത്ഥത്തിൽ ആ പ്രതിഭാസത്തിന് അനുയോജ്യമായതാകണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലതായ ഏതൊക്കെ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങളുണ്ടോ ആ നാമങ്ങളിലൊക്കെ നിങ്ങൾ ദൈവത്തെ വിളിക്കുക, ദൈവത്തെ കുറിച്ച് പറയുക എന്നാണ് അല്ലാഹു പറയുന്നത്. നമ്മളിപ്പോ ഈ ഗുണങ്ങളിലൂടെയാണ് അല്ലാഹുവിനെ നാം തിരിച്ചറിയുന്നത്. ശാസ്ത്രം അറിവാണ്, അറിവല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ ആ അറിവ് സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി
ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് പറയുന്ന ഈ നന്മയുടെ വശം, ഈ സത്യത്തിന്റെ വശം, ഈ നീതിയുടെ വശം, ഈ ധർമ്മത്തിന്റെ വശമാണ് ദൈവമെന്ന് പറയുന്നത്. അതാണ് ഭൂമിയിലേക്ക് ആദമിനെ, ഭൂമിയിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട് എവിടുന്ന് എവിടേക്കാണ്. അത് സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മാറ്റമല്ല, സംസ്കാരത്തിന്റെയും അറിവിന്റെയും ധാർമ്മിക ബോധത്തിന്റെയും സ്ഥാനചലനമാണ് അവിടെ നടന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു ക്ലാസ്. അങ്ങനെ അവിടെ ആദമിനെ ഖലീഫയായി നിശ്ചയിക്കുമ്പോൾ തന്നെ അവിടെ ചർച്ച നടന്നു തന്നെ ഭൂമിയിൽ കലാപമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന ഒരു സമൂഹത്തെയാണോ നീ നിയമിക്കാൻ പോകുന്നത് എന്നാണ് ചോദിച്ചത്. അത്തരയാണ് നീ നിശ്ചയിക്കാനും നിയമിക്കാനും പോകുന്നത് അത്തരം ഒരു വിഭാഗത്തെയാണോ എന്നാണ് ചോദിച്ചത്. ഭൂമിയിൽ കലാപമുണ്ടാക്കരുത്, രക്തച്ചൊരിച്ചിലുണ്ടാക്കരുത്, സമാധാനപൂർണമായ ഒരു ശാന്തി, സുരക്ഷിതത്വപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഉതകുന്ന രൂപത്തിൽ ഏത് ജ്ഞാനമാണെങ്കിലും അറിവാണെങ്കിലും ഉപയോഗിക്കാനുള്ള സത്യവും നീതിയും ധർമ്മവും ഒക്കെ അടങ്ങുന്ന ഒരു ആകത്തുകയാണ്. അത് ഏതേതൊക്കെ നല്ല ഗുണങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ നന്മക്കും നീതിക്കും സമൂഹത്തിന്റെ സമാധാനത്തിനും സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും സമൂഹത്തിന്റെ പുരോഗതിക്കും ആവശ്യമായ ഏതേത് നല്ല ഗുണങ്ങളുണ്ടോ ആ നല്ല ഗുണങ്ങളടങ്ങുന്ന പ്രതിഭാസത്തെയാണ് അള്ളാഹു എന്ന് നാം പറയുന്നത്. ആ നല്ല ഗുണങ്ങൾ ആവശ്യമില്ല എന്ന് ആരാണ് പറയുക? ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും ആ ശാസ്ത്രീയമായ അറിവുകളൊക്കെ മുഴുവൻ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ആ ശാസ്ത്രീയമായ അറിവുകൾ ഭൂമിയുടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും സമാധാനപരമായ അതിജീവനത്തിനും വേണ്ടി അതിനെ ഉപയോഗിക്കണമെന്ന് പറയുന്ന ഈ ജ്ഞാനം ഏതൊരു നല്ല ഗുണങ്ങളുണ്ടോ ആ നല്ല ഗുണങ്ങളടങ്ങുന്ന ജ്ഞാനത്തിന്റെ ആകത്തുകയാണ്. സമൂഹത്തിൽ അനൈക്യം പാടില്ല എന്ന ഏകമായ ഒരു ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന ആ ദൈവികതയെയാണോ, ആ ദൈവികമായ ജ്ഞാനത്തെയാണോ നാം തള്ളിക്കളയുന്നത്? ഒരു സമൂഹത്തിന് നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത് എന്നാണ് ഖുർആനിന്റെ ഉറുക്കത്ത്. ഇങ്ങനെ നിരവധി അനവധി മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ആവശ്യമായ അനവധി നിരവധി വിശേഷണങ്ങളും ഗുണങ്ങളും അടങ്ങിയ ഒരു പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തിന്റെ ആകത്തുക, അത് അവതരിപ്പിച്ച ആ പ്രത്യയശാസ്ത്രത്തിന്റെ ആകത്തുകയാണ് എന്ന് പറയുന്നത് അള്ളാഹു എന്ന് പറയുന്നത്. അല്ലാതെ അള്ളാഹുവിനെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ നമുക്ക് കാണാൻ കഴിയില്ല. അത് ഞാൻ നിരവധി എന്റെ ക്ലാസുകളിൽ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്. ഈ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കൂ, അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് ഖുർആനിൽ പറയുന്നു. നമ്മൾ അള്ളാഹുവിനെ സഹായിക്കാൻ എങ്ങോട്ടാ പോവുക? ഇത് ഞാൻ നിരവധി തവണ എന്റെ നിരവധി ക്ലാസുകളിലൂടെ നിങ്ങളെ സൂചിപ്പിച്ചതാണ്. അള്ളാഹു എന്ന് പറയുന്നത് അവന്റെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന മനുഷ്യന്റെ പുരോഗതിക്കും നിലനിൽപ്പിനും സമാധാനപൂർണമായ സുരക്ഷിതപൂർണമായ അതിജീവനത്തിനും ആവശ്യമായ അവന്റെ മാർഗനിർദ്ദേശങ്ങളെയാണ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അവന്റെ മാർഗനിർദ്ദേശങ്ങളെ സഹായിക്കലാണ് അള്ളാഹുവിനെ സഹായിക്കൽ. അള്ളാഹുവിനോട് ശത്രുത വെക്കരുത് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ കടം കൊടുക്കൂ എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനോട് യുദ്ധം ചെയ്യരുത് എന്ന് പറയുമ്പോൾ, ഇതൊക്കെ മനുഷ്യരുടെ നിലനിൽപ്പിനും മനുഷ്യരുടെ സമാധാനപൂർണമായ ജീവിതത്തിനും ആവശ്യമായ അവന്റെ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള അവന്റെ വ്യവസ്ഥിതികളോടുള്ള ഏറ്റുമുട്ടലാണ്. അവന്റെ വ്യവസ്ഥിതികളെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. അവന്റെ വ്യവസ്ഥിതികളെ ഇവിടെ കെട്ടിപ്പടുക്കാനുള്ള താൽക്കാലികമായ നമ്മുടെ സാമ്പത്തികവും ശാരീരികവുമായ പ്രവർത്തനങ്ങളാണ്. അങ്ങനെ കെട്ടിപ്പടുക്കുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ ഇരട്ടിയായി നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് പറയുന്നത് ഖുർആൻ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇരട്ടിയായി അതിന്റെ ഫലങ്ങൾ കിട്ടും. സമാധാനപൂർണമായ ഒരു ജീവിതവും സുരക്ഷിതപൂർണമായ ഒരു സമൂഹ ഘടനയും ലോകത്തെ കെട്ടിപ്പടുക്കാൻ ദൈവത്തെ സഹായിക്കുക എന്ന് പറയുമ്പോൾ ദൈവികമായ മാർഗനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും സഹായിക്കുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ 100 1000 10,000 അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങായിക്കൊണ്ട് നമുക്കിത് തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥാവിശേഷം ഭൂമിയിൽ സംജാതമാകും. അങ്ങനത്തെ ഒരു ജ്ഞാനത്തെ ദൈവമായി കാണുമ്പോൾ, അങ്ങനത്തെ ഒരു വ്യവസ്ഥിതിയെ ദൈവമായി കാണുമ്പോൾ ആ ദൈവത്തെ നിഷേധിക്കേണ്ടതിന്റെ, ആ ദൈവത്തെ തള്ളിപ്പറയേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഒരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം ഒന്നുകൂടി വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വിദേശിയായ മനുഷ്യൻ ഇന്ത്യ കാണാൻ വരുന്നു എന്ന് കരുതുക. നമ്മൾ ഉദാഹരണത്തിന് അയാൾ ഇന്ത്യയിൽ ഡൽഹിയോ ബോംബെയോ കൊച്ചിയോ മറ്റോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും പട്ടണങ്ങളോ തലസ്ഥാനങ്ങളോ സന്ദർശിച്ചു കണ്ടു എന്നിരിക്കുക. എന്നിട്ട് അയാൾ ഒരുപാട് അയാൾ ഡൽഹി കണ്ടു, ബോംബെ കണ്ടു, മദ്രാസ് കണ്ടു, തിരുവനന്തപുരം കണ്ടു, കൊച്ചി കണ്ടു, എങ്ങനെയാണ് മൈസൂർ കണ്ടു, ബാംഗ്ലൂർ കണ്ടു, ഇങ്ങനെ നിരവധി സിറ്റികളിലൂടെ അയാൾ പോയി കണ്ടു. എന്നിട്ട് അവസാനം അയാൾ പറഞ്ഞു, ഞാൻ ഇന്ത്യ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയി ഇന്ത്യയെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് അയാൾ പറയാൻ ഞാൻ ഇന്ത്യ കണ്ടില്ല, അതുകൊണ്ട് ഇന്ത്യയില്ല എന്ന് പറയാൻ കഴിയുന്നു. മേൽപ്പറഞ്ഞ ബോംബെയും ഡൽഹിയും കൊച്ചിയും മറ്റേതൊക്കെ പ്രദേശങ്ങളെ ഞാൻ സൂചിപ്പിച്ചോ, നമുക്ക് പറഞ്ഞതും പറയാത്തതുമായ ഏതേത് പ്രദേശങ്ങളുണ്ടോ ആ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന പ്രത്യേകം പറയാതെ തന്നെ ഊഹിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതുമായ കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ അവനിലും അവന്റെ ചുറ്റിലുമുള്ള പ്രകൃതിയെ കാണുകയും ആ പ്രകൃതിയും അവനും ചില നിശ്ചിത നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടാണ് നിലകൊള്ളുന്നതും തുടരുന്നതും എന്ന് മനസ്സിലാക്കി ആ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും മേൽ അവന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സാധ്യമല്ല നിസ്സഹായനാണെന്നുള്ള കാര്യവും അവൻ മനസ്സിലാക്കുന്നു. എന്നാൽ കൃത്യമായ നിയമങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഈ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവന് ചുറ്റുമുള്ള പ്രതിഭാസങ്ങളെ, അവന് ചുറ്റുമുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ അംഗീകരിക്കുക, അതിനൊരു കാരണവും പേരും കണ്ടെത്താൻ ശ്രമിക്കുന്നതാണോ, അതിനെ പാടെ തള്ളിക്കളയുന്നതാണോ ബുദ്ധി എന്നുള്ളത് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. നമുക്കൊന്ന് എണീറ്റ് നിൽക്കുക എന്നതുപോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ വയ്യാതെ കിടക്കുമ്പോൾ നമുക്ക് എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. ഒന്ന് എണീറ്റ് നേരെ നിൽക്കാനുള്ള ആ പദാർത്ഥം വരെ, അതിനു വേണ്ട ഒരു പദാർത്ഥം വരെ, നമ്മുടെ ഒരു വസ്തു വരെ നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിക്കുന്നതിൽ നമുക്ക് കാര്യമായ ഒരു പങ്കുമില്ല. നമ്മുടെ വിരലുകൾ അനക്കാൻ കഴിയുക എന്നതുപോലും ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്ന് പറയേണ്ടി വരും. നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് പറയുകയാണെങ്കിൽ കൈ തളർന്നു കിടക്കുന്ന സന്ദർഭത്തിൽ അതിനെ ചലിപ്പിക്കാൻ നാം വിചാരിച്ചാൽ സാധിക്കേണ്ടിയിരിക്കും. അപ്പൊ ഇതിന് നമ്മുടെ നിയന്ത്രണത്തിലോ നമ്മുടെ നിയമങ്ങൾക്കോ ഒന്നും ഒതുങ്ങാത്ത, അതിനൊക്കെ അതീതമായ, ഇവന് കണ്ടെത്താൻ കഴിയാത്ത, ഇതിന്റെയൊക്കെ അപ്പുറത്തുള്ള, എന്നാൽ ഇതൊക്കെ അനുഭവിക്കാൻ അവന് കഴിയുന്നുമുണ്ട്. ഇതിനൊക്കെ പാടെ പറ്റിയ ഒരു പേര് ഈ പ്രകൃതി പ്രതിഭാസങ്ങൾക്കും നിയമങ്ങൾക്കും ഇവന്റെ ചുറ്റിലും ഇവനിൽ തന്നെയും മനുഷ്യന്റെ ഉള്ളിൽ തന്നെയും അവന് ചുറ്റിലും നടക്കുന്ന നിരവധി അനവധി എന്ന് പറഞ്ഞപ്പറ്റില്ല, കോടാനുകോടി പ്രതിഭാസങ്ങൾ അവന് ചുറ്റിലുമുണ്ട്. ഈ പ്രതിഭാസങ്ങൾക്കൊക്കെ അവൻ മൊത്തത്തിലിട്ട പേര് അല്ലാഹു എന്ന്, അവന് ദൈവമെന്ന്, അങ്ങനെ ഒരു കാര്യവും കാരണവും അതിനൊരു പേരും അവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ ബുദ്ധി? അതല്ല അതിനെ നിഷേധിക്കുന്നതാണോ ബുദ്ധി? ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നീതികേടിന്റെയും അസത്യത്തിന്റെയും അസമത്വത്തിന്റെയും അത് നീതിയായില്ല, അത് സത്യമായില്ല, അത് സമത്വമായില്ല എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് അനുഭവം തോന്നിയിട്ടുണ്ടാവും. അവകാശ നിഷേധങ്ങളുടെ കെടുതി നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോ അങ്ങനത്തെ അവകാശ നിഷേധങ്ങളുടെ, അസമത്വത്തിന്റെ, അസത്യത്തിന്റെ, നീതികേടിന്റെ, അക്രമത്തിന്റെ കെടുതികൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കാത്തവരായി നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? എന്റെ സഹോദരങ്ങളെന്ന് പറയാം. ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും മേൽപ്പറഞ്ഞ കെടുതികളിൽ, അസമത്വത്തിന്റെ കെടുതികൾ, അനീതിയുടെ കെടുതികൾ, അസത്യത്തിന്റെ കെടുതികൾ, അവകാശ നിഷേധത്തിന്റെ കെടുതികൾ, ചൂഷണത്തിന്റെ, എന്നിട്ട് ഏതേത്
സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടോ അതിന്റെ കെടുതികൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നൂറ്റാണ്ടുകളായി, തലമുറകളായി, സഹസ്രാബ്ദങ്ങളായി സ്ഥിരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ ഒരു വിഭാഗത്തിന് മാത്രമാണ് പല കാരണങ്ങളാൽ അവയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മോചനം ലഭിച്ചിട്ടുണ്ടായിരിക്കുക. ആ അവസ്ഥയിൽ സഹസ്രാബ്ദങ്ങളായി, നൂറ്റാണ്ടുകളായി, കാലാകാലങ്ങളായി മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസത്യത്തിന്റെയും അനീതിയുടെയും അക്രമത്തിന്റെയും അവകാശ നിഷേധങ്ങളുടെയും ചൂഷണങ്ങളുടെയും ഈ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സത്യവും നീതിയും സമത്വവും അവകാശങ്ങളും സ്ഥാപിതമാണെങ്കിൽ മനുഷ്യർ പരസ്പരം ചിന്തഭിന്നമായി കലഹിക്കുന്ന ഈ അവസ്ഥയൊന്ന് മാറിയെങ്കിൽ എന്നാഗ്രഹിക്കാത്ത സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യൻ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ചോദിക്കാറുള്ളത്. സത്യമൊന്ന് നിലനിന്നെങ്കിൽ, നീതിയൊന്ന് നിലനിന്നെങ്കിൽ, സമത്വമൊന്ന് നിലനിന്നെങ്കിൽ, അവകാശ നിഷേധങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, താൻ ചൂഷണം ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, താൻ ആക്രമിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, താനും തന്റെ കുടുംബവും തന്റെ സമൂഹവും ആക്രമിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കാത്ത സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യനാണ് ലോകത്ത് ഉണ്ടാവുക? അവിടെയാണ് ദൈവത്തിന്റെ ആവശ്യകത നാം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ദൈവത്തിന്റെ ആവശ്യകത നാം തിരിച്ചറിയേണ്ടത്. അള്ളാഹുവിന്റെ നാമം നിലനിർത്തുക എന്നാൽ, അള്ളാഹുവിന്റെ നാമം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇന്ന് മതപുരോഹിതന്മാർ മനസ്സിലാക്കിയതുപോലെ അള്ളാഹു എന്നവർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന കൈവിരലുകളിലോ മാലമണികളിലോ ഉരുവിട്ടുകൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ പോത്തിന്റെ മുകളിൽ വിഷ്ണു ചൊല്ലി അടക്കുക എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ല ദൈവത്തിന്റെ നാമം നിലനിർത്തുക, ദൈവത്തിന്റെ നാമം പറയുക, ദൈവത്തിന്റെ നാമം ലോകത്തോട് ഉച്ചരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം സത്യവും നീതിയും ധർമ്മവും മനുഷ്യരുടെ അവകാശങ്ങളും നിലനിർത്തുക എന്നാണ് അർത്ഥം. അക്രമവും അനീതിയും അസത്യങ്ങളും അസമത്വങ്ങളും അവകാശ നിഷേധങ്ങളും ചൂഷണങ്ങളും മുഴുവൻ ഒഴിവാക്കി സത്യവും നീതിയും ധർമ്മങ്ങളും അവകാശങ്ങളും കരുണയും എന്ന് വേണ്ട ഏതേത് നല്ല നല്ല ഗുണങ്ങളുണ്ടോ ആ നല്ല നല്ല ഗുണങ്ങൾ നിലനിർത്തുക, അതിവിടെ സ്ഥാപിച്ചെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഏതെങ്കിലും ദേവാലയങ്ങളിലോ പള്ളിമൂലകളിലോ ആരാധനാലയങ്ങളിലോ ഇരുന്ന് മാലമണികളിലോ കൈവിരലുകളിലോ വിക്രി ചൊല്ലിയിരിക്കലല്ല ദൈവനാമം ഉയർത്തുക, ദൈവനാമം പറയുക, ദൈവനാമം ലോകത്തോട് ഉച്ചരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ഈ സത്യവും നീതിയും ധർമ്മവും അവകാശങ്ങളും എന്ന് വേണ്ട ഏത് കരുണ, ദയ, ആർദ്രത എന്ന് വേണ്ട ഏതേത് നല്ല നല്ല ഗുണങ്ങളുണ്ടോ ആ ഗുണങ്ങളൊക്കെ ഇവിടെ സ്ഥാപിച്ചെടുക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ദൈവത്തെ വേണ്ടെന്ന് പറയുമ്പോഴോ മേൽപ്പറഞ്ഞ ഗുണങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ്. ഈ മേൽപ്പറഞ്ഞ ഒരു ഗുണങ്ങളും ആവശ്യമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ദൈവമേ വേണ്ടാവെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ദൈവം വേണ്ട എന്ന് പറയുമ്പോൾ ചില ആചാരാനുഷ്ഠാനങ്ങൾ വേണ്ടാവുന്നല്ല, ഏതെങ്കിലും പ്രദേശത്തേക്ക് പോകേണ്ടവെന്നല്ല, തല പട്ടയടിക്കേണ്ടവെന്നല്ല, മീശ വലിക്കുണ്ടാവുന്നല്ല, മീശ വെക്കാമെന്നല്ല, താടി വടിച്ചു കളയാമെന്നല്ല. ദൈവമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സമൂഹം മനസ്സിലാക്കുന്നത് ദൈവമില്ലാതായ താടി കൊടുക്കും, ദൈവമില്ലാതായ മീശ വെക്കുന്നത്, ദൈവമില്ലാതായാൽ ഇങ്ങനെ ദൈവമില്ലാതാകാലെങ്ങനെ ദൈവമില്ലാതാകാലെങ്ങനെ രണ്ട് കുന്നുകൾക്കിടയിലൂടെ ദൈവമില്ലാതായാലെങ്ങനെ വിരലുകളിൽ വിക്രി ചെല്ലുക എന്ന രൂപത്തിൽ ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ ലോകത്തിന് ഇല്ലാതെ ഇതൊന്നുമില്ലെങ്കിൽ ദൈവം, ഇതൊന്നുമില്ലെങ്കിലും ലോകം ഇതിനേക്കാൾ സുഖകരമായി മുന്നോട്ട് പോകുമെന്ന് ലോകം മനസ്സിലാക്കി. ദൈവമില്ലായിരുന്നുവെങ്കിൽ 4 ലക്ഷം എനിക്ക് കിട്ടുമായിരുന്നു. ദുരിതം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ഈ അടങ്ങാറാകുന്ന തന്റെ സഹോദരന്റെ സമ്പത്ത് ദൈവമില്ലായിരുന്നെങ്കിൽ അത് ലോകത്ത് സമ്പന്നരായ ചൂഷകരായ വൻകിട രാജ്യക്കാർക്കുണ്ടാകാതെ ദുരിതം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്നു എനിക്ക് കിട്ടുമായിരുന്നുവെന്നാണ് ഇന്നത്തെ ദൈവസങ്കല്പത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ദൈവമില്ലായിരുന്നുവെങ്കിൽ എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാമായിരുന്നു എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്.
ഇങ്ങനെ ഇന്നത്തെ ദൈവമില്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതാണ്. ദൈവമില്ലായിരുന്നുവെങ്കിൽ തന്റെ അയൽക്കാരന് ഭക്ഷണം കൊടുക്കാമായിരുന്നു. ഒരു ആഘോഷം വരുമ്പോൾ തന്റെ അയൽക്കാരന്റെ സന്തോഷത്തോടുകൂടി തരുന്ന അവന്റെ പാരിമാണത്തും മറ്റ് ഭക്ഷണക്കാർക്കും എനിക്ക് വാങ്ങിക്കഴിക്കാമായിരുന്നു. ഇത് ദൈവമില്ലായിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പറയുന്ന ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്തിന് നിരവധി അനവധി ഗുണങ്ങളാണ് ഉണ്ടാവുക. പക്ഷേ ഖുർആൻ വിശദീകരിക്കുന്ന, ഖുർആൻ പറയുന്ന യഥാർത്ഥമായ സത്യപൂർണമായ ദൈവവിശ്വാസം, ആ ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്ത് സത്യമില്ലാതാവും, ലോകത്ത് നീതിയില്ലാതാവും, ലോകത്ത് ധർമ്മമില്ലാതാവും, അവകാശങ്ങളില്ലാതാവും, ചൂഷണങ്ങൾ പെരുകും, അക്രമങ്ങൾ പെരുകും, അനീതികൾ പെരുകും. ഇങ്ങനെ ദൈവത്തിന്റെ ആവശ്യകത അപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ ദൈവമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നീതികേട് നാം അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ആ നീതിശാസ്ത്രം ഇവിടെയൊന്ന് പുലർന്നെങ്കിൽ നമ്മൾ അറിയിക്കും. നാം ആക്രമിക്കപ്പെടുമ്പോൾ, നമ്മുടെ പെൺമക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ, നമ്മുടെ സമൂഹത്തിലെ മറ്റാളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ നാം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ആ സമാധാനപൂർണ്ണമായ സുരക്ഷിതപൂർണ്ണമായ സന്ദേശം വന്ന് ഇവിടെ നടപ്പിലായെങ്കിൽ, അതല്ലാതെ ഇവർ പറയുന്ന സൃഷ്ടാവില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇതിനേക്കാൾ ഒക്കെ അതാണ് അറബിയിലൊരു മുദ്രാവാക്യം ഞാൻ കണ്ടു. ഇതാ ഞാൻ നിങ്ങൾക്കൊരു സന്ദേശം എത്തിക്കുന്നു. ഇപ്പോഴുള്ള ദൈവമില്ലായിരുന്നുവെങ്കിൽ, ഇപ്പോഴുള്ള ദൈവവിശ്വാസമില്ലായിരുന്നുവെങ്കിൽ, ഇപ്പോഴുള്ള മതമില്ലായിരുന്നുവെങ്കിൽ ലോകം ഇതിനേക്കാൾ ശാന്തമായുമായിരുന്നു, ലോകം ഇതിനേക്കാൾ സുന്ദരമായുമായിരുന്നു, ലോകം ഇതിനേക്കാൾ ആകർഷണീയമായുമായിരുന്നു, ലോകം ഇതിനേക്കാൾ സുരക്ഷിതത്വവും സമാധാനപൂർണ്ണവുമായുമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് സാധാരണക്കാരായ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് പടച്ചിറമ്പുരാന് വീട് കെട്ടിക്കൊടുക്കാൻ കോടാനുകോടി അനേക കോടി രൂപയാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവമില്ലായിരുന്നെങ്കിൽ ഈ കോടികളൊക്കെ ചിലവഴിച്ച് എനിക്ക് പാർക്കാൻ ഒരു വീട് കിട്ടുമായിരുന്നു, എനിക്ക് ധരിക്കാൻ ഒരു വസ്ത്രം കിട്ടുമായിരുന്നു, എനിക്ക് വിശക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വക കിട്ടുമായിരുന്നു, എനിക്ക് അറിവ് കിട്ടുമായിരുന്നു എന്ന് സാധാരണക്കാരായ മനുഷ്യൻ ചിന്തിക്കുന്നവരാണ്. ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ആളുകൾ, ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുന്ന കോടാനുകോടി ചിലവഴിക്കുന്ന മനുഷ്യൻ തന്റെ സഹജീവികൾക്ക് ചിലവഴിക്കാതെ തന്റെ സഹജീവികളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നത് കാണുമ്പോൾ, അവനോട് അനീതി കാണിക്കുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവമില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാമായിരുന്നു എന്നാണ്. അപ്പോ നാം പറയുന്നത് അല്ലാഹുവിന്റെ ആവശ്യകത എന്ന് പറയുന്നത് സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന്റെയും മറ്റൊരു നല്ല നല്ല ഗുണങ്ങളുണ്ടോ അതിന്റെയൊക്കെ സ്ഥാപനമാണ് ദൈവത്തിന്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ, അല്ലാഹുവിന്റെ ആവശ്യകത എന്ന് നാം പറയുമ്പോൾ നാം ഇവിടെ ഉദ്ദേശിക്കുന്നതും വിവരിക്കുന്നതും. ഇനി ഞാൻ ഓടി വെച്ച ആയത്തോട് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങളോട് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറയുന്നത് നോക്കുക, വന്നജമി ഇദാ ഹവ. മാർഗനിർദ്ദേശത്തിന്റെ ആ അത്യുന്നതമായ നക്ഷത്രത്തെ, അതായത് അടയാളത്തെ പിന്തുടരുമ്പോൾ ആ പിന്തുടരുന്നതിനെ ഞാൻ തെളിവായി അവതരിപ്പിക്കുന്നു. മാ നല്ല സാഹിബുക്കും നിങ്ങളുടെ സുഹൃത്ത് ലക്ഷ്യമില്ലാത്തവനോ തെറ്റായ ദിശയിലേക്ക് നയിക്കപ്പെട്ടവനോ അല്ല. ഒമാ യൻതിഖു അനിൽ ഹവ, അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യങ്ങൾ പറയുന്നുമില്ല. ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അത് അദ്ദേഹത്തിലേക്ക് നൽകപ്പെടുന്ന വഹയിൽ കുറഞ്ഞ ഒന്നുമല്ല. അല്ലമഹു ശദീദുൽ ഖുവ, അത് അദ്ദേഹത്തെ ഒരു സർവശക്തൻ പഠിപ്പിച്ചിരിക്കുന്നു. ശക്തി കൊണ്ട് പൂർണ്ണതയുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
തുടർന്ന് വരുന്ന വചനങ്ങളിലാണ് വരുന്നത്. അദ്ദേഹം അതായത് പ്രവാചകൻ പ്രപഞ്ചത്തിലെ അറിവുകളുടെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലാണുള്ളത്. ഇവിടെ പാരമ്പര്യമായ പരിഭാഷകൾ എന്താണെന്നൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ആ പരിഭാഷയിൽ ആരാണ് ആകാശത്തിന്റെ ചക്രവാളത്തിൽ ഇരിക്കുന്നതെന്നും മറ്റു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ അള്ളാഹു പറയുന്നത് പ്രവാചകൻ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഏറ്റവും ഉന്നതമായ നിലവാരത്തിലാണുള്ളത്. സുമ്മതനാപതല്ല, പിന്നീട് അവൻ സമീപിക്കുകയും അടുത്തെത്തുകയും ചെയ്തു. അതായത് ബുദ്ധിപരമായ അറിവിനെയാണ് അദ്ദേഹം സമീപിച്ചത്. അങ്ങനെ ഖുർആനിലൂടെ അദ്ദേഹത്തിന്റെ വിജ്ഞാനം പൂർത്തിയാവുകയും ചെയ്തു. ഫകാന കാബ കൗസൈനി അവദന, ഫകാന കാബ കൗസൈനി അവദന, രണ്ട് അർദ്ധവൃത്തങ്ങൾ ചേർന്ന് ഒരു വൃത്തം പൂർത്തീകരിക്കുന്നത് പോലെയായി തീർന്നു. ഇവിടേക്ക് അള്ളാഹുവും മുഹമ്മദ് നബിയും അമ്പും വില്ലും കണക്കെ അടുത്തിരിക്കുന്നു എന്ന രൂപത്തിലൊക്കെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. കൗസൈനി എന്നുള്ളതിന് അമ്പും വില്ലും എന്നുള്ള അർത്ഥങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഈ കുട്ടികളൊക്കെ ഞങ്ങൾ പരീക്ഷാ ചോദ്യത്തോടുള്ള കുട്ടികളോട് ആപത്തിൽ കൗസൈനി ബ്രാക്കറ്റിലുള്ളവർ തെരഞ്ഞെടുത്ത് എഴുതാൻ പറയാം. മാബൈന കൗസൈനി ബ്രാക്കറ്റിൽ കൗസൈനി കണ്ട രണ്ട് അർത്ഥവൃത്തങ്ങളാണ്. അപ്പൊ രണ്ട് അർത്ഥവൃത്തങ്ങൾക്കുള്ളിൽ എഴുതപ്പെട്ടതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുക്കാനാണ് പരീക്ഷാ ചോദ്യ പേപ്പറുകളിലൊക്കെ ചോദ്യം എഴുതാറുള്ളത്. അപ്പൊ അതാണ് കൗസൈനി എന്ന് സാധാരണ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അല്ലാഹു പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവ്, ആ രണ്ട് അറിവുകളും കൂടിച്ചേർന്ന് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവും ഖുർആനികമായ അദ്ദേഹത്തിന്റെ അറിവും ഇത് രണ്ടും കൂടിച്ചേർന്നപ്പോൾ അതിന്റെ അർത്ഥവൃത്തങ്ങൾ ചേർന്ന് ഒരു വൃത്തം പൂർത്തീകരിക്കുന്നത് പോലെ ആയിത്തീർന്നു. അവിടെ വെച്ച് അങ്ങനെ എത്തിയപ്പോൾ അള്ളാഹു അവന്റെ ദാസന് സന്ദേശം വെളിപ്പെടുത്തി കൊടുത്തു. അതായത് ഖുർആനിൽ എഴുതപ്പെട്ടതായ സന്ദേശങ്ങളും പ്രപഞ്ചത്തിലുള്ളതായ സന്ദേശങ്ങളും തന്റെ അള്ളാഹു അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അവന്റെ ദാസന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. മാ കദബൽ ഫുആദ മാ റഅ, അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച, അദ്ദേഹത്തിന്റെ റുഅ്യത്ത്, അദ്ദേഹം കണ്ണുകൊണ്ട് നഗ്നദൃഷ്ടികൾ കൊണ്ട് കണ്ടതല്ല. അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച എന്തായിരുന്നുവോ ആ ഉൾക്കാഴ്ച നൽകപ്പെട്ടതിനെ, അദ്ദേഹത്തിന്റെ വീക്ഷണം, അദ്ദേഹത്തിന് നൽകപ്പെട്ട ആശയത്തെ അദ്ദേഹത്തിന്റെ ഹൃദയം മാ കദബ കളവാക്കിയില്ല, നിഷേധിച്ചില്ല, അത് ഏറ്റുവാങ്ങി. അപ്പൊ തുമാറുനഹുമായ എന്നിട്ടും അദ്ദേഹം മനസ്സിലാക്കിയതിനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ എന്നാണ് അല്ലാഹു. ഇങ്ങനെ അദ്ദേഹം തീർച്ചയായും ഈ ആശയത്തെ മറ്റൊരു കോണിലൂടെയും അദ്ദേഹം അതിനെ നിരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. അതായത് പ്രശ്നത്തിന്റെ ആത്യന്തികതയിലെത്തുന്ന സന്ദർഭത്തിൽ എന്റെ സദരത്തിൽ അദ്ദേഹത്തിന്റെ ആശയത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, നോക്കിക്കണ്ടിട്ടുണ്ട്. നസ്ലത്തിന്റെ മറ്റൊരു രീതിയിൽ, മറ്റൊരു കോണിലൂടെ അദ്ദേഹം ഈ ആശയത്തെ പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഏത് സന്ദർഭത്തിൽ എവിടെ എത്തിയപ്പോൾ എന്റെ സിദ്റത്തുൽ മുൻതഹ ദർശനത്തിന്റെയും അറിവിന്റെയും ആത്യന്തികതയുടെ മുൻതഹ എന്ന അങ്ങേയറ്റത്ത് ആത്യന്തികതയിൽ എത്തിയ സന്ദർഭത്തിൽ ആ ആത്യന്തികതയിൽ എത്തുന്ന സന്ദർഭത്തിൽ അതിശയവും ആശ്ചര്യങ്ങളും അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദർശനത്തിന്റെയും ആത്യന്തികതയിലെത്തുന്ന ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. എന്താ ജന്നത്തുൽ മഅവ, അവിടെയാണ് മനുഷ്യരാശിക്ക് അഭയം പ്രാപിക്കാനുള്ളതും ആനന്ദത്തിന്റെ പൂർണ്ണ കൈവരുന്നതും അവിടെ വെച്ചായിരിക്കും. അങ്ങനെയാണ് അറിവിന്റെ ആത്യന്തികതയിൽ എത്തുമ്പോൾ, ആത്യന്തികതയിൽ എത്തുന്ന സന്ദർഭത്തിൽ എന്നാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. ഇവിടെ അനവധി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്കറിയാമെന്ന് നിലവിലുള്ള പല പരിഭാഷകളിലും എഴുതപ്പെട്ട പല കാര്യങ്ങളും ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഓർമ്മപ്പെടുന്നുണ്ടായി. അള്ളാഹുവും മുഹമ്മദ് നബിയും അടുക്കലും മുഹമ്മദ് നബിയെ അള്ളാഹു ആകാശത്തേക്ക് കൊണ്ടുപോകും, സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ പത്രത്തിലും ജന്നത്തുൽ മഅവ എന്ന് പറയുന്ന സ്വർഗത്തിൽ കൊണ്ടുപോകും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, ഇതുമായി ഐതിഹ്യങ്ങൾ, കെട്ടുകഥകൾ നിലവിലുണ്ട് എന്ന് നമുക്കറിയാം. ഈ കാര്യങ്ങളൊന്നും കൂടുതൽ നമ്മളിവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെ നമ്മൾ അള്ളാഹുവിനെ ബോധ്യപ്പെടുകയും ദൈവത്തിന്റെ ആവശ്യകത മനസ്സിലാവുകയും അറിവിന്റെ ആത്യന്തികതയിലെത്തുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന അതിശയങ്ങളും ആശ്ചര്യങ്ങളും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അത്ഭുതങ്ങളുമൊക്കെ അറിവിന്റെ ആത്യന്തികതയിലെത്തുമ്പോൾ അവസാനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് അല്ലാഹു പറയുന്നത്. ഇവിടെ വെച്ചാണ് ദൈവികതയെക്കുറിച്ചും ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചും ദൈവത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ദൈവത്തിന്റെ അടയാളങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ സൂചിപ്പിച്ചത് ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവത്തെ അറിയാൻ, ദൈവികതയെ അറിയാൻ അറിവിന്റെ അസംഗതമായ വിധാനത്തിൽ എത്തുമ്പോൾ അവൻ തിരിച്ചറിയുന്ന, അതിന്റെ ആവശ്യകതയെ അവൻ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ഇതാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൽ മസ്ജിദിൽ ഹറാമിൽ മസ്ജിദിൽ ദൈവത്തിന്റെ തെളിവുകളും ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളും അതിനെക്കുറിച്ച് പ്രകാശിക്കാക്കുന്നതിനും വേണ്ടി തന്റെ ദാസനെ, തന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന തന്റെ ദാസനെ വിലക്കിന്റെ കൽപ്പനകളിൽ നിന്ന് ദൈവികമായ കൽപ്പനകളുടെ ആത്യന്തികതയിലേക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായിട്ടുണ്ട്, ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ പരിശുദ്ധമായിട്ടുണ്ട് പറയുന്നു. അവിടെ ഈ രണ്ട് സന്ദർഭങ്ങളിലും പറഞ്ഞിട്ട്, അതായത് സിദ്റത്തുൽ മുൻതഹയിലെത്തുമ്പോൾ ദർശനത്തിന്റെയും അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ആത്യന്തികതയിലെത്തുന്ന സന്ദർഭത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അവന്റെ സംശയങ്ങളും അതിശയങ്ങളും ആശ്ചര്യങ്ങളും അവസാനിക്കുകയും ദൈവികമായ ഒരു ശക്തിയുടെ ആവശ്യം, ദൈവികമായ അറിവിന്റെ ആവശ്യം, അതായത് ദൈവികമായ ധ്യാനത്തിന്റെ ആവശ്യം അവൻ തിരിച്ചറിയുന്ന സന്ദർഭമാണ്. അവിടെയാണ് ആനന്ദത്തിന്റെയും പൂർണ്ണത. മനുഷ്യർക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, അവനനുഭവിക്കുന്ന ഏതേത് പ്രശ്നങ്ങളിൽ നിന്നും അവൻ അഭയം തേടാനുള്ള മഅവ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. മഅവ എന്ന് പറഞ്ഞാൽ അഭയകേന്ദ്രം എന്നാണ്. ഇപ്പൊ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൽ സാലിം അലി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ പക്ഷിസങ്കേതങ്ങളെ കുറിച്ച് പറയുന്ന പുസ്തകം പാഠം പഠിപ്പിക്കുമ്പോൾ അതിൽ പറയുന്നത് മഹത്വയോ ആളുകൾക്ക് അഭയം നേടാനുള്ള, പക്ഷികൾക്ക് അഭയം നേടാനുള്ള സങ്കേതം എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ മനുഷ്യരാശിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള, ആനന്ദത്തിന്റെ പൂർണ്ണത കണ്ടെത്താനുള്ള ഒരു സ്ഥലം, ഒരു സന്ദർഭത്തിന് പൂർണ്ണത അവിടെയാണ് കണ്ടെത്തേണ്ടത്, അവിടെയാണ് മനുഷ്യൻ അഭയം തേടേണ്ടത് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്
അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള, അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ഉപാധികൾ മറ്റ് വസ്തുക്കളെ തിരിച്ചറിയാനുള്ള ഉപാധി പോലെയല്ല. അള്ളാഹുവിനെ തൊട്ടറിയാൻ കഴിയില്ല, അള്ളാഹുവിനെ അളന്നു നോക്കി മനസ്സിലാക്കാൻ കഴിയില്ല, അള്ളാഹുവിനെ മറ്റേതെങ്കിലും സ്കെയിലുകളോ മാനദണ്ഡങ്ങളോ ഉപയോഗിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയില്ല. പ്രവാചകന്മാരെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഉന്നതമായ ചക്രവാളത്തിൽ എത്തി നിൽക്കുമ്പോൾ അതാണ് അത്യുന്നതമായ അറിവിന്റെ പ്രാരംഭികമായ അറിവിന്റെ ചക്രവാളത്തിൽ അദ്ദേഹമായിരുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ബുദ്ധിപരവും ആത്മീയവുമായ അറിവിലേക്ക് അടുക്കുകയും അതിന്റെ പൂർണ്ണത കൈവരുകയും അങ്ങനെ അത് കണ്ടുകൂടി കാമപ്രവൃത്തങ്ങൾ അതിന് ഈ രണ്ട് അർദ്ധവൃത്തങ്ങൾ കൂടി ചേർന്ന് പൂർണ്ണവൃത്തമായി തീരുകയും ആ സന്ദർഭത്തിലാണ് ദൈവികമായ ജ്ഞാനം അദ്ദേഹത്തിന് നൽകപ്പെടുകയും അദ്ദേഹത്തിന് ദൈവികമായ ജ്ഞാനം ലഭിക്കുകയും ചെയ്തത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അല്പം കാര്യങ്ങൾ കൂടി, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മള് അള്ളാഹു എന്ന് പേരിടുന്നതിനെ കുറിച്ച്, ദൈവമെന്ന് പേരിടുന്നതിനെ കുറിച്ച്, റഹ്മാനെന്നോ റഹീമെന്നോ ഏത് പേരിടുന്നതിനെ കുറിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഏത് പേരിട്ടാലും എല്ലാ നല്ല ഗുണങ്ങളും അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ടുണ്ടോ ഏതൊക്കെ നല്ല ഗുണങ്ങൾ അടങ്ങിയ പേരുകൾ കൊണ്ട് നിങ്ങൾ അവനെ വിളിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പേരിടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു പേരിടുന്നതിന്റെ ഉദ്ദേശം പ്രാഥമികമായി അങ്ങനെ ഒരു വസ്തുവോ ആളോ വസ്തുതയോ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതിനെയും ആ വസ്തുതയോ അല്ലെങ്കിൽ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ ആ വസ്തുവിനെയോ തിരിച്ചറിയാൻ അടയാളം ആവശ്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു വസ്തുവിനെ പേരിടുന്നത്. വീണ്ടും ആ വസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ആ വസ്തുവിനെ കുറിച്ച് പരാമർശിക്കേണ്ടി വരുമ്പോൾ തിരിച്ചറിയാനുള്ള ഒരു പേര് അതിന് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈശ്വരൻ എന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും അള്ളാഹു എന്ന് അറബിക്ക് വിളിച്ചാലും റഹ്മാനെന്ന് വിളിച്ചാലും ഏതേത് നല്ല ഗുണങ്ങൾ കൊണ്ടാണ് വിളിച്ചാലും അയ്യം മാത്രമോ ഏതുകൊണ്ട് നിങ്ങൾ വിളിച്ചാലും ഹുസ്ന ഏറ്റവും നല്ല നല്ല അസ്മാകളൊക്കെ ഗുണങ്ങളൊക്കെ ക്വാളിറ്റീസ് ഒക്കെ അള്ളാഹുവിനുള്ളതാണ്, ദൈവത്തിനുള്ളതാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് ഈ കാര്യത്തിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടി ആളുകൾ ഉന്നയിക്കാറുണ്ട്. ആ സംശയങ്ങൾ കൂടി മറുപടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കാം. അതായത് ദൈവം എന്തിനാണ് ഒരു പടച്ചോന്റെ ആശിച്ചു? ആ പടച്ചോനിൽ നിന്നും കാര്യങ്ങളൊക്കെ ഇവിടെ സുഗമമായി നടന്നു പോകുമല്ലോ എന്ന് ചോദിക്കാറുണ്ട്. എന്തിനാ അള്ളാഹുവിന്റെ ഈ ലോകത്ത് അല്ലെങ്കിൽ തന്നെ അള്ളാഹിനെ കൊണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ ആവശ്യം ആളുകൾ ചോദിക്കാറുണ്ട് ദൈവത്തിന്റെ ആവശ്യമെന്താണ്? ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പിന്നീട് കഴിഞ്ഞോട് വിശദീകരിക്കാം. ആദ്യം നമ്മൾ അതായത് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നു, വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാതിരുന്ന കാലത്ത് എന്തിനാണ് വൈദ്യുതി അതുണ്ടായിട്ടാണോ, എന്തിനാണ് ഈ കറണ്ട് അതുണ്ടായിട്ടാണോ മനുഷ്യൻ ലക്ഷക്കണക്കിന് കൊല്ലം ഭൂമിയിൽ ജീവിച്ചത് എന്ന് ചോദിക്കാമായിരുന്നു. എന്നാൽ ഈ കറണ്ട് കണ്ടുപിടിച്ചു, വൈദ്യുതി കണ്ടുപിടിച്ചു, അതിന്റെ വൈദ്യുതോപകരണങ്ങളും കണ്ടുപിടിച്ചു. ഇതൊക്കെ ഇല്ലാത്ത ഒരു കാലത്തെപ്പറ്റി, ഇത് കണ്ടുപിടിച്ച ശേഷം ഇനി ഇതൊന്നും ഇല്ലാത്ത ഒരു കാലത്തെപ്പറ്റി ഈ കാലഘട്ടത്തിലെ മനുഷ്യന് ചിന്തിക്കാനാവും. അതുപോലെയാണ് എന്തിനാണ് ദൈവം എന്ന ചോദ്യവും, എന്തിനാണ് നീതി, എന്തിനാണ് സത്യം, എന്തിനാണ് ധർമ്മം, എന്തിനാണ് കരുണ, എന്തിനാണ് ദയ, എന്തിനാണ് അനവധി നിരവധി സാംസ്കാരിക മേന്മകൾ എന്നെല്ലാം ചോദിക്കാൻ എളുപ്പമാണ്. പക്ഷേ അവയെല്ലാം പാടെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായുള്ള ഈ ഭൂമുഖത്ത് നിന്ന് ഈ പറയുന്ന സാംസ്കാരിക മേന്മകളും നീതിയും സത്യവും ധർമ്മവും
കരുണയും ദയയും എന്ന് വേണ്ട ഏതേത് ദൈവികമായ ഗുണങ്ങളുണ്ടോ അതൊക്കെ ഇല്ലാതായാലുള്ള സ്ഥിതി എന്തായിരിക്കുമോ അത് തന്നെയായിരിക്കും, അതിനേക്കാൾ ക്ലേശകരമായിരിക്കും ദൈവമില്ലാതായാലുള്ള അവസ്ഥ. ദൈവിക നിയമങ്ങളെ അക്ഷുതട്ടാക്കിക്കൊണ്ട് കാര്യങ്ങളെ നിരസിപ്പിച്ചാലേ ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. എന്തിനാണ് ഒരു ഭരണഘടന എന്ന് നമ്മൾ ചോദിക്കും? എന്തിനാണ് ഒരു മുഖ്യമന്ത്രി നമ്മുടെ വീട്ടിൽ വന്ന് വിട്ടുവന്ന് നടത്തുന്നുണ്ട്? പക്ഷേ ഒരു ഭരണഘടനയും ഒരു ഭരണാധികാരിയും ഇല്ലാതായിരിക്കണം. രാജ്യത്തെ അരാജകത്വങ്ങൾ, രാജ്യത്തുണ്ടാകുന്ന കലാപങ്ങൾ, രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ മറ്റു മന്ത്രിമാരോ നമ്മുടെ പൂർത്തി നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടന നമുക്ക് വല്ലതും വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഭരണഘടനയും ഈ ഭരണാധികാരികളും ഒരു നിയമസംഹിതയും ഇവിടെ ഇല്ലാതായി തീർന്നു മാത്രം അപ്പോഴേ ഈ രാജ്യത്തെ ഇവിടുത്തെ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുന്ന അരാജകത്വങ്ങളും കലാപങ്ങളും ബോധ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് നാം പറയുന്നത്, ഈ മനുഷ്യരെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഇവരുടെ മുകളിലുള്ള ഒരു ദൈവികമായ നിയമങ്ങളെ അർത്ഥണ്ടാക്കിക്കൊണ്ട് അവരുടെ ഒരു കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കാതെ ഭൂമിയിൽ ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ദൈവത്തെ ആവശ്യമുണ്ട് എന്ന് നാം സ്ഥാപിക്കുമ്പോൾ ഒരു വ്യക്തി ഒരു ദൈവത്തെ കൊണ്ടുവരുന്നു, മറ്റൊരു വ്യക്തി മറ്റൊരു ദൈവത്തെയും കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ അനവധി നിരവധി ദൈവങ്ങളും ആ ദൈവങ്ങളുടെ പേരിലുള്ള അനവധി നിരവധി വ്യവസ്ഥിതികളും ഉണ്ടായാൽ സ്ഥിതി കൂടുതൽ വഷളാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഏകദൈവത്തെക്കുറിച്ച്, ആ ഏകദൈവത്തിന്റെ ഏകനിയമത്തെക്കുറിച്ച്, ആ ഏകനിയമം അടങ്ങിയ മനുഷ്യരാശിയുടെ ഏകോപനത്തെക്കുറിച്ചും ഖുർആൻ സംസാരിക്കാനുള്ള കാരണമാണ് മനുഷ്യരൊക്കെ വന്നാണെന്നും അവരുടെയൊക്കെ മുകളിലുള്ള ഒരു നിയമമനുസരിച്ച് ആ മനുഷ്യരൊക്കെ ഒന്നായി ജീവിക്കണമെന്നുള്ള ഒരു രീതിയിൽ ഖുർആൻ അവതരിപ്പിക്കാനുള്ള കാരണമുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള ദൈവങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് ബാക്കിയുള്ളതിനൊക്കെ വേണ്ടെന്ന് വെച്ചാൽ പ്രശ്നം തീരുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ദൈവങ്ങൾ തന്നെ വേണ്ട എന്ന് കരുതിയാലും പ്രശ്നം തീരും. ഈ രണ്ട് രീതിയിൽ വിചാരിച്ചാലും പ്രശ്നം തീരില്ല. ഒരാൾ ഒരു എല്ലാ ദൈവങ്ങളെയും തല്ലിക്കളഞ്ഞ് ഒരു ദൈവത്തെ കൊണ്ടുവന്നു, ഇനി പ്രശ്നം തീരുമെന്നു. ഒരു കൂട്ടര് ദൈവങ്ങൾ തന്നെ വേണ്ടാന്ന് വെച്ച് പ്രശ്നം തീരും, ഒരിക്കലും തീരില്ല. ഒരു ദൈവം കൂടിയേ തീരൂ എന്ന് വിചാരിച്ച് അതിന്റെ പേരിൽ ഇന്ന് സമൂഹം പറയുന്ന ഏതെങ്കിലും ഒരു കുടിയില്ല പ്രശ്നത്തെ ദൈവമായി അവരോധിച്ച് അത് സമൂഹത്തിന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. മുസ്ലിമിന്റെ ഏകദൈവ വിശ്വാസ സങ്കല്പങ്ങൾ അങ്ങനെയാണ്. ഒരു പിടികിട്ടാ പ്രതിഭാസമായിട്ട്, ഒരു പിടികിട്ടാത്ത കാര്യമായിട്ട് ദൈവമായി ദൈവത്തെ അവരോധിക്കുകയും ആ ദൈവം മനുഷ്യരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തരുന്ന ആളായിട്ട് അവതരിപ്പിക്കുകയും ചോദിക്കുന്ന അവന് ആരാധനകളും അർത്ഥങ്ങളും മറ്റും അർപ്പിക്കുകയും അവന് തീർത്ഥാടനങ്ങളും ബലികളും അതുപോലെ പട്ടിണിയും അങ്ങനെ നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ ആവശ്യപ്പെടുന്ന ആകാശത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരിക്കുന്ന മനുഷ്യന്റെ ചിന്തക്കോ വൃത്തിക്കോ പിടികിട്ടാത്ത ഒരു പ്രതിഭാസമായി അവതരിപ്പിക്കുന്ന ഒരു ഏകയും കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ബുദ്ധിയും യുക്തിയും അത് എത്ര തന്നെ പരിമിതമായാലും ശരി, ആവശ്യവും പരിമിതിച്ച് ലഭ്യമായ വസ്തുതകളുടെയും അനുഭവങ്ങളുടെയും അറിവിന്റെയും കുറ്റമറ്റ മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ നോക്കിയാൽ നമുക്ക് ഒരു ദൈവത്തെ അംഗീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ ആ പ്രതിഭാസത്തെ എന്ത് പേര് വെല്ലുവിളിക്കണം എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. അല്ലാഹു എന്നൊരു സങ്കല്പത്തിൽ വെറുതെ വിശ്വാസത്തിന് വേണ്ടി വിശ്വസിക്കാനല്ല ആവശ്യപ്പെടുന്നത്. അത് ഞാൻ എന്റെ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അറിയാനാണ്, ദൈവത്തെ തിരിച്ചറിയാനാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിനെ തിരിച്ചറിയാനാണ് അല്ലാഹു പറയുന്നത്. നമുക്ക് ലഭ്യമായ അറിവിന്റെ വെളിച്ചത്തിൽ അല്ലാഹു എന്നൊരു അതീത ശക്തിയെപ്പറ്റി ബോധ്യപ്പെടാനാണ് അല്ലാഹു ആവശ്യപ്പെടുന്നത്.
അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാവുന്നത് കൊണ്ടുള്ള നേട്ടം അള്ളാഹുവിനല്ല. പക്ഷെ ഇന്നത്തെ അള്ളാഹുവിനുള്ള വിശ്വാസം കൊണ്ട് മുഴുവൻ നേട്ടം അള്ളാഹുവിനല്ല എന്നറിയാം. പക്ഷേ ചില തൽപര കക്ഷികൾക്കും ചില സമ്പന്ന വർഗങ്ങൾക്കും ചില വികസിത രാജ്യങ്ങൾക്കും പുരോഹിതന്മാർക്കുമൊക്കെയാണ് ഇന്നത്തെ ദൈവവിശ്വാസം കൊണ്ടുള്ള നേട്ടങ്ങൾ. ഒരു മനുഷ്യൻ ദൈവവിശ്വാസിയാവുന്നതോടുകൂടി അന്ന് മുതൽ അവൻ പിന്നെ പിരിവ് കൊടുക്കാൻ തുടങ്ങുകയായി. അന്ന് മുതൽ അവൻ ദൈവത്തിന് വേണ്ടി കാശ് ചെലവഴിക്കാൻ തുടങ്ങുകയായി. തന്റെ സഹജീവികൾക്കോ തന്റെ സഹോദരങ്ങൾക്കോ തന്റെ മറ്റുള്ള ആളുകൾക്കോ വേണ്ടി ചെലവഴിച്ചിരുന്ന പണങ്ങളൊക്കെ അന്ന് മുതൽ പുരോഹിതന്മാരും കമ്മിറ്റിക്കാരും അതുപോലെയുള്ള ഈ ആരാധനകളുടെ പേരിൽ നടക്കുന്ന തീർത്ഥാടനങ്ങളും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആളുകൾ അതിനുവേണ്ടി തെരുവിൽ പിടിക്കാനും ഇവന്റെ കയ്യിൽ നിന്ന് പറ്റിച്ചു കൊണ്ടുപോകാനുമുള്ള പണിപ്പെടുന്നു. അപ്പോ അള്ളാഹുവിനെ മനുഷ്യൻ ബോധ്യപ്പെടുന്നു എന്നതുകൊണ്ട്, അള്ളാഹുവിനെ മനുഷ്യൻ തിരിച്ചറിയുന്നു എന്നതുകൊണ്ട് അള്ളാഹുവിനല്ല, അള്ളാഹുവിന് ആ ശക്തിക്കല്ല നേട്ടം, മറിച്ച് മനുഷ്യരാശിയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് മനുഷ്യർക്ക് തന്നെയാണ് ആവശ്യം. പക്ഷേ ഇന്നത്തെ മതങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന നമ്മൾ മുസ്ലിങ്ങളാണെന്ന് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ മറ്റു മതങ്ങളുടെ ഏതും പ്രകൃതി അവസ്ഥകളാണ്. ഒരു മതവിശ്വാസിയാകുന്നതോടുകൂടി അവൻ ആ മതത്തിന്റെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇസ്ലാം മതത്തിൽ അവന് കിട്ടുന്ന നേട്ടം വർഷത്തിൽ 2 കിലോ അരിയും ഒരു 2 കിലോ ഇറച്ചിയും അവന് കിട്ടുന്നു. പക്ഷെ അവൻ അതിന് കൊടുക്കേണ്ട വിലകൾ അതിനേക്കാളൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് മടങ്ങാണ്. അവന് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് ഇവർക്ക് അവർക്ക് കിട്ടുന്ന നേട്ടം 2 കൂടിയാൽ 4 അരിയും 1-2 കിലോ മാംസവും വർഷത്തിൽ കിട്ടും. ബാക്കിയുള്ള നേട്ടങ്ങളൊക്കെ പരലോകത്തിലേക്കാണ് ഇവർ നീക്കിവെക്കാറുള്ളത്. പക്ഷേ ഈ പറയുന്ന ആളുകൾക്കോ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കോ അവർക്ക് ഉള്ള നേട്ടം ഈ ലോകത്തിൽ നിന്നുമാണ് അവർ കണ്ടെത്തിയത്. അപ്പോൾ മനുഷ്യരാശിയുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് മനുഷ്യർക്ക് തന്നെയാണ് ഈ ശക്തിയെ ബോധ്യപ്പെടുന്നത് കൊണ്ടുള്ള നേട്ടം ആവശ്യമെന്നാണ് ഞാൻ ഖുർആൻ വിശദീകരിക്കുന്ന, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന, ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന, മനസ്സിലാക്കാൻ ആവശ്യപ്പെടുന്ന ആ ദൈവവും ആ ദൈവിക നിയമങ്ങൾ കൊണ്ടും നേട്ടം മനുഷ്യർക്ക് തന്നെയാണ്. അത് ഈ മനുഷ്യരാശിയുടെ ഈ ലോകത്തിൽ നിന്നുള്ള സുഗമമായ മുന്നോട്ട് പോക്കിനും ഇനി അതിനുശേഷമുണ്ടാകുന്ന അന്തിമമായ ജീവിതത്തിനും മനുഷ്യർക്ക് തന്നെയാണ് ആവശ്യം. അല്ലാതെ ഈ സൃഷ്ടാവിനോ ഈ സൃഷ്ടാവിനെ ബോധ്യപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഈ അള്ളാഹുവിന്റെ ദൈവത്തെ നാം തിരിച്ചറിഞ്ഞതുകൊണ്ട് ദൈവത്തിന് അല്ലെങ്കിൽ അള്ളാഹുവിന് നാം മനുഷ്യൻ സത്യത്തിലും നീതിയിലും ധർമ്മത്തിലും കരുണയിലും അവകാശങ്ങൾ നൽകുന്നതിലൊക്കെ അധിഷ്ഠിതമായ ഒരു സാമൂഹിക വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുമ്പോൾ, ഇങ്ങനെ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ഭൗതികമായ അതിജീവനം വളരെ സുഗമമായി തീരുകയും അങ്ങനെ അന്തിമമായി അവരുടെ ജീവിതം വിജയത്തിലെത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധവും അവന്റെ നടപടിക്രമങ്ങളെ കുറിച്ചുള്ള അവബോധവും കൊണ്ട് മാത്രമേ ഭൂമിയിൽ സമാധാനപരമായിരിക്കുകയുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ഈ മതത്തിനെ ഇസ്ലാം എന്ന് പേരിട്ടത്, സമാധാനം നൽകൽ എന്ന് പേരിട്ടത്. ഇതിന് വിരുദ്ധമായി അങ്ങനത്തെ ഒരു അള്ളാഹുവില്ല, അവന്റെ നിയമങ്ങളുമില്ല എന്ന് കരുതാനാണ് ഒരു കൂട്ടർക്ക് ഇഷ്ടമെങ്കിൽ അവരോട് തർക്കിക്കാനൊന്നുമില്ല, അങ്ങനെയുമാകാം. അത് ചില ആളുകളെ ഇതൊന്നും വിശ്വസിക്കാതെ തന്നെ നന്മയില്ല പോലെയാണ്. അതന്നെയാണ് ദൈവികത എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ദൈവമൊന്നുമില്ലാതെ ഒരാൾ ജീവിക്കും, നന്മ ജീവിക്കും മുഴുവൻ നന്മകൾ മാത്രമേ അയാൾ പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ അതാണ് നമ്മൾ പറയുന്നത്, നന്മ ചെയ്താൽ അതിന്റെ ഫലം ഇതും ദൈവത്തെ തിരിച്ചറിഞ്ഞ് ചെയ്താലും തിരിച്ചറിയാതെ ചെയ്താലും അതിന്റെ ഫലം അവർക്ക് കിട്ടും.
നന്മ തന്നെയായിരിക്കും. തിന്മ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടൊരാൾ ദൈവത്തെ തിരിച്ചറിയാതെ ചെയ്താൽ അതിന്റെ കെടുതി അവൻ അനുഭവിക്കേണ്ടി വരും. അതാണ് ആ രംഗത്ത് പറയാനുള്ളത്. അപ്പൊ ഒരു കൂട്ടർ അത് ഞാനൊരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി സ്കൂളിൽ പോയി പഠിച്ച് മനസ്സിലാക്കി അതിന്റെ കെടുതിയെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തി തീരെ തൊട്ടാലും ഇതൊന്നും പഠിച്ച് മനസ്സിലാക്കാതെ ഒരാൾ തീരെ തൊട്ടാലും അതിന്റെ ദുരിതം അതിന്റെ കെടുതി രണ്ടു കൂട്ടരും അനുഭവിക്കേണ്ടി വരും. അതാണ് ഒരു കൂട്ടർ ഇതൊന്നുമില്ല, ദൈവവുമില്ല, അള്ളാഹുവില്ല, നിയമങ്ങളുമില്ല, പ്രപഞ്ചത്തിലെ ദൈവിക നിയമങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ജീവിക്കാനാണ് ഒരു കൂട്ടർ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യ സ്വാതന്ത്ര്യം കൊടുക്കും. അതിന്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിക്കുകയും ചെയ്യുന്നു. നന്മക്കും തെറ്റും അതാതിന്റെ പ്രതിഫലങ്ങളുണ്ട്. നല്ലത് പ്രതീക്ഷിക്കുന്നവർ ചീത്തയായ ഒരു കാര്യമാണ് ആവശ്യമെങ്കിൽ ചീത്ത ചെയ്ത് കൊള്ളട്ടെ. ഇതാണ് ഖുർആനിന്റെ നിലപാട്. അപ്പൊ ചീത്ത ചെയ്താൽ ചീത്ത ഫലവും നന്മ ചെയ്താൽ നല്ല ഫലവും കിട്ടുമെന്നുള്ളതാണ് ഖുർആനിന്റെ നിലപാട്. അത് ഏത് വേണം എന്നുള്ളത് മനുഷ്യൻ തീരുമാനിക്കട്ടെ. ഇതാണ് നമുക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. മതങ്ങളുടെ അനാചാരങ്ങളും ഈ ദൈവത്തെ തള്ളിക്കളയാനുള്ള കാരണം എന്ന സത്യത്തിൽ ഈ മതങ്ങൾ സൃഷ്ടിച്ച അനാചാരങ്ങളും വികല ദൈവങ്ങളുടെ ബാഹുല്യവും ആണ് ചിന്താശേഷിയുള്ളവരെ കുറച്ചൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകളെ മതങ്ങൾക്കും ദൈവത്തിനും എതിരാക്കി തീർത്തിട്ടുള്ളത്. മതങ്ങൾ സൃഷ്ടിച്ച ആചാരങ്ങൾ അനാചാരങ്ങൾ ദൈവത്തിന് വേണ്ടി കാശ് ചെലവഴിച്ച് ദൈവത്തിന്റെ പ്രീതി നേടാനുള്ള ഈ രൂപത്തിൽ ദൈവത്തെ അവതരിപ്പിച്ചതിന്റെ കാര്യത്തിൽ ദൈവം ചോദിക്കുമ്പോഴൊക്കെ തരുമെന്ന് പറയുന്ന ആളുകൾ ദൈവത്തോട് ചോദിച്ചാൽ തരും, ദൈവത്തിന് കോപം വരുമ്പോൾ ശിക്ഷിക്കും. പക്ഷെ ലോകത്ത് ആരും ദൈവം ചോദിച്ചിട്ട് ആർക്കും കൊടുക്കുന്നത് കാണുന്നില്ല. ഇങ്ങനെ ദൈവത്തെ വികലമായി തെറ്റായി ദൈവം ഇവിടെ ഉണ്ടാക്കി വെച്ച ആ നിയമസംഹിതകളിലും വ്യവസ്ഥിതികളിലും ഊന്നിക്കൊണ്ട് നിന്നുകൊണ്ട് ആ ദൈവത്തോട് ചോദിച്ചെങ്കിൽ മാത്രമേ ആ നിയമങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ എന്നുള്ളത് സത്യമാണ്. മുഹമ്മദ് നബിയോളം അള്ളാഹുവിനോട് അടുത്ത ആളുകൾ ആരുമില്ലല്ലോ. ഇപ്പൊ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം അങ്ങനെയാണ്. ആ മുഹമ്മദ് നബിക്ക് വരെ പ്രവർത്തിച്ചതിനുള്ള ഫലമാണ് കിട്ടിയത്. നേരെ മറിച്ച് പ്രാർത്ഥിച്ചിട്ട് മുഹമ്മദ് നബിക്ക് കിട്ടാനില്ലെങ്കിൽ ഭൂമിയിൽ എന്തൊക്കെ ജീവിത സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്നു. അദ്ദേഹം പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തിനാ പട്ടിണി കിടക്കുന്നത്? പ്രാർത്ഥിച്ചാൽ അപ്പൊ ഉത്തരം കിട്ടേണ്ട പ്രവാചകനല്ലേ? പ്രവാചകനോടും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടേണ്ട ആളുകളാണ്. അപ്പൊ ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് വികലമായി അവതരിപ്പിച്ചു വികലമായ നിരവധി ദൈവങ്ങളെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ചിന്താശേഷിയുള്ളവരായ ആളുകൾ ദൈവത്തിനും മതത്തിനും എതിരായി. മനുഷ്യരാശി ഉത്തരം വികല ദൈവങ്ങളുടെയും മൂഢമതങ്ങളുടെയും സഹായം കൂടാതെ തന്നെ ശാസ്ത്രീയമായ അറിവ് ഉപയോഗിച്ച് പുരോഗതി പ്രാപിച്ചുകൊള്ളും എന്നവർ പറയുന്നത്. ഇങ്ങനെ ദൈവത്തെ മുഴുവൻ നമുക്ക് പറയാനുള്ളത് ആ ശാസ്ത്രീയമായ അറിവ് തന്നെയാണ് ഖുർആനിലെ അള്ളാഹു എന്ന വാക്ക് ഉൾക്കൊള്ളുന്നത്. ആ ശാസ്ത്രീയമായ അറിവിനെ തന്നെയാണ് ഖുർആനിലൂടെ അള്ളാഹു എന്ന വാക്ക് ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഖുർആനിലെ അള്ളാഹു എന്ന സങ്കല്പം മനുഷ്യ പുരോഗതിക്ക് സഹായകമാവുകയുള്ളൂ. അത് ഞാൻ എന്റെ ക്ലാസ് തുടക്കത്തിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു. മനുഷ്യനെ ചിന്തിക്കാൻ പറഞ്ഞ ഒരു ഖുർആൻ ഏറ്റവും കൂടുതൽ നിരവധി ഇന്നത്തെ പുരോഹിത മതത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഖുർആൻ ഏതെങ്കിലും ഒരു വചനത്തിൽ ഏതെങ്കിലും ഒരു അധ്യായത്തിൽ ഒരു 10 സ്ഥലത്തിലെങ്കിലും മനുഷ്യരുടെ ചിന്ത ഉപയോഗിക്കാൻ പറയാത്ത അധ്യായങ്ങളില്ല. വലിയ വലിയ അധ്യായങ്ങൾ, ചെറിയ അധ്യായങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു വലിയ അധ്യായങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഒരു 10 വരുന്ന ഖുർആനിലെ ഒരു ആദ്യ 10 വരുന്ന അധ്യായങ്ങളിൽ 3/4 ഭാഗത്തോളം വരുന്ന അധ്യായങ്ങളിൽ എടുത്താലും അതിലൊക്കെ നിരവധി അനവധി വചനങ്ങളിൽ മനുഷ്യ ചിന്തയെ തട്ടിയുണർത്താനും അറിവിനെ എത്തിക്കാനും
ആ അറിവിനെ വികസിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അവന്റെ ബുദ്ധിയും ചിന്തയും കണ്ണും കാതും മൂടിവെച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്ന നിരവധി വചനങ്ങളാണ് ഖുർആനിൽ. ഇതൊക്കെ തുറന്നു വെക്കാൻ പറയുക എന്നുള്ളത് തന്നെ അവന്റെ ശാസ്ത്രീയമായ അറിവിനെ വികസിപ്പിക്കാനുള്ള ഉത്ബോധനമല്ല ശരിക്കും ഖുർആൻ നടക്കുന്നത്. അപ്പം ഖുർആൻ പറയുന്ന ദൈവം, ഖുർആൻ പറയുന്ന അള്ളാഹു എന്ന ആ സങ്കല്പം മനുഷ്യ പുരോഗതിക്ക് സഹായകമായി തീരുക ചെയ്യുന്നത്. നേരെ മറിച്ച് വികലവും പിന്തിരിപ്പനുമായ ദൈവസങ്കല്പങ്ങളെ നിഷേധിക്കുന്ന കൂട്ടത്തിൽ യുക്തിഭദ്രവും ശാസ്ത്രീയവും മനുഷ്യ പുരോഗതിക്ക് സഹായവുമായ ഒരു വസ്തുതയെ കൂടി, ഒരു ദൈവത്തെ കൂടി അതോടൊപ്പം കൂട്ടുന്നത് മനുഷ്യരാശിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രകൃതി രഹസ്യങ്ങളുമായി അവയുടെ നിയന്ത്രണങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളതും മനുഷ്യന്റെ സഹജ പ്രകൃതവുമായി സമരസപ്പെട്ടു പോകുന്നതുമായ ഒരു പരമമായ സത്യത്തെ മറ്റെന്തിനോടൊക്കെയോ ഉള്ള വിരോധത്തിന്റെ പേരിൽ, അതായത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട വികലമായ ദൈവത്തിന്റെ പേരിലും ദൈവവിശ്വാസത്തിന്റെ പേരിലും വികലമായ മതത്തിന്റെ പേരിലും അവയോടുള്ള വിരോധത്തിന്റെ പേരിലും ഒക്കെ തള്ളി പറയുന്നത് സത്യത്തിൽ പ്രകൃതിയെയും അതിന്റെ പിന്നിലുള്ള ഈ പരമമായ സത്യത്തെയും ഈ പ്രകൃതിയുടെ പിന്നിലുള്ള നമുക്കൊന്നും അറിയാത്ത പരമമായ സത്യവും അതിലെ അടങ്ങിയിരിക്കുന്ന നിയമസംഹിതകളെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ നിലനിൽപ്പിന്റെ പിന്നിലെ യഥാർത്ഥത്തെ മനസ്സിലാക്കാതെ അവയെ നിഷേധിച്ചുകൊണ്ട് ഒരിക്കലും മനുഷ്യന്റെ നിലനിൽപ്പ് സാധിക്കില്ല. ദൈവത്തെ യഥാർത്ഥ മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിൽ ദൈവവുമായി ഏറ്റവും അടുത്ത ബന്ധം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉത്തരവുകളാണെന്ന് അവകാശപ്പെടുന്ന പുരോഹിതന്മാർക്കോ മതങ്ങളോ ഒന്നും തന്നെ ശരിയായ നിലപാടെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തെ അല്ലാഹുവിന് ശരിയാവണ്ണം മനസ്സിലാക്കി തരുന്നതിലെ പ്രധാന പ്രതിബന്ധം സത്യത്തിന്റെ ഈ പുരോഹിതന്മാരും ഇവരുണ്ടാക്കിയ മതങ്ങളുമാണ് എന്നുള്ളതാണ് സത്യം. മതങ്ങൾ പുരോഹിതന്മാരും ദൈവത്തിനും ഇടയ്ക്ക് കയറി ദൈവത്തെ നാം ശരിയായി തിരിച്ചറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കാൻ അവർ ഈ മതങ്ങളും ഈ പുരോഹിതന്മാരും ശ്രമിക്കുകയാണ് എന്ന് നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ദൈവമെന്നാൽ അള്ളാഹു എന്നാൽ അത് പുരാതനവുമായ പ്രാകൃതവും ഭീകരവുമായ എന്തോ ഒന്നാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് മതങ്ങളും പുരോഹിതന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു എന്നത് ചെയ്യും. അള്ളാഹു നിങ്ങളെ ഭയങ്കരമായി പിടിച്ചുകുലുക്കി നശിപ്പിക്കും. നിങ്ങളെ കോടാനുകോടി വർഷങ്ങളിട്ട് തീയിലിട്ട് പൊരിക്കും. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് വികലമായ ധാരണകൾ, ദൈവത്തെക്കുറിച്ച് അത് പറഞ്ഞിട്ടാണ് ഭയപ്പെടുത്തിയിട്ടാണ് പുരോഹിതന്മാർ ഈ സാധാരണക്കാരായ ആളുകളെ പിടിച്ചു നിർത്താറുള്ളത്. അത് ഏത് അധികവും പരലോകത്തിലെ ഭീകരമായ ശിക്ഷകളെക്കുറിച്ച്, ഖുർആൻ പറയാത്ത ഭീകരമായ ശിക്ഷകളെക്കുറിച്ചും അതിന്റെ ഭയാനകതകളെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ദൈവിക കൽപ്പനകൾ നിഷേധിച്ചാൽ ദൈവം നിങ്ങളെ ഇവിടുന്ന് തന്നെ ആകെ പിടിച്ചു കുലുക്കി നശിപ്പിക്കും എന്നുള്ള രൂപത്തിൽ അങ്ങനെ ഭീകരമായും പ്രാകൃതവും ഭീകരവുമായ എന്തോ ഒന്നാണെന്ന അതിപുരാതനമായ ദൈവസങ്കല്പങ്ങളെ കുറിച്ച് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ് ഇവിടുത്തെ പുരോഹിതന്മാരും മതങ്ങളും ശ്രമിക്കുന്നത്. ഖുർആൻ പറയുന്നത് ദൈവികമായ കൽപ്പനകൾ നിങ്ങൾ ധിക്കരിച്ചാൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഖുർആൻ പറയുന്നത്. അതാണ് പറയുന്നത്. അത് നമ്മളിപ്പോ ഒരു കുട്ടിയോട് റോഡിലൂടെ നോക്കി നടക്കണമെന്ന് പറഞ്ഞാൽ വാഹനം വരുമ്പോൾ അവൻ നോക്കാതെ നടന്നാൽ അതിന്റെ പ്രത്യാഘാതം ആ കുട്ടി അനുഭവിക്കണം, അത്രേ ഉള്ളൂ. എന്നതുപോലെയാണ് ദൈവിക കൽപ്പനകളും മാർഗനിർദ്ദേശങ്ങളും അത് ലംഘിക്കുമ്പോഴുണ്ടാവുന്ന അതിന്റെ തിക്തഫലങ്ങൾ സമൂഹം അനുഭവിക്കേണ്ടി വരും. ഇതാ ഖുർആൻ പറയുന്നുള്ളൂ. അല്ലാതെ അതിപുരാതനമായ പ്രാകൃതവും ഭീകരവുമായ എന്തോ ഒന്നാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊന്നും ഖുർആൻ ശ്രമിക്കുന്നില്ല. അതിന്റെ ക്രമം അത് എന്നും ശ്രമിച്ചിട്ടുള്ളത് ഈ മതങ്ങളും പുരോഹിതന്മാരുമാണ്. അങ്ങനെ അവർ ശ്രമിക്കുന്നതിന്റെ മുഖ്യ ഉദ്ദേശം ഈ സമൂഹത്തെ അന്ധവിശ്വാസത്തിലും അജ്ഞതയിലും തളച്ചിടാനും
അങ്ങനെ തളച്ചിട്ടുകൊണ്ട് അതിന്റെ പേരിൽ നിരന്തരമായി ആ സമൂഹത്തിലെ മനുഷ്യരെ ചൂഷണം ചെയ്യാനുമാണ് മതങ്ങളും പുരോഹിതന്മാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായ ദൈവം അല്ലാഹു എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിലും അവന്റെ ചുറ്റുപാടിലും പരിസരങ്ങളിലും അവൻ അഭിമുഖീകരിക്കുന്ന സമസ്ത പ്രശ്നങ്ങൾക്കും ഉള്ള ഉത്തരമായിട്ടാണ് അല്ലാഹുവിനെ ഖുർആൻ അവതരിപ്പിക്കുന്നത്. ആ അല്ലാഹു നിത്യനൂതനവും നിത്യസാന്നിധ്യവുമാണ്. അത് ഇവര് പറയുന്നത് പോലെ ആകാശങ്ങളുടെ ഏതോ കോണിൽ മാത്രമല്ല ആ ദൈവത്തിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറബ് രാജ്യത്ത് മാത്രമല്ല ആ ദൈവത്തിന്റെ സാന്നിധ്യം. അതിൽ നിന്ന് ആ ദൈവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാതെയും ആ ദൈവത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കാതെയും മനുഷ്യ ജീവിതത്തിലെ യാതൊരു പ്രശ്നങ്ങളും ഇന്നേ വരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല, പരിഹരിക്കപ്പെടുകയുമില്ല. ശാസ്ത്രം എന്നാൽ നമുക്കറിയാം അറിവാണ്. അറിവ് അല്ലാഹുവിന്റെ അംശവുമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അറിവ് നിനക്ക് അൽഇൽമ് വന്നു കിട്ടിയ ശേഷം അറിവാണ് അല്ലാഹുവിന്റെ അംശം. അറിവ് നേടാനാണ് അല്ലാഹു പറയുന്നത്. ശാസ്ത്രം പലപ്പോഴും കാലത്താലും അറിവിന്റെ പരിമിതികളാലും ബന്ധിതമായിരിക്കുന്നത് മൂലം ആ ശാസ്ത്രം ജീർണിക്കാനും കാലഹരണപ്പെടാനും തിരുത്തപ്പെടാനും സാധ്യതകൾ ഏറെയാണ്. എന്നാൽ അല്ലാഹുവിൽ നിന്ന് ചിന്തിക്കുന്ന മനുഷ്യരിലേക്ക്, അല്ലാഹുവിൽ നിന്ന് ചിന്തിക്കുന്ന മനുഷ്യരിലേക്ക്, കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന മനുഷ്യരിലേക്ക് പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്ന അറിവ്, ആ അറിവ് അനുസ്യൂതവും വികസനവുമാണ്. മനുഷ്യന്റെ എല്ലാ നേട്ടങ്ങൾക്കും പുരോഗതികൾക്കും അറിവാണ് കാരണം, ശാസ്ത്രമാണ് കാരണം. അറിവിന്റെ അടിസ്ഥാന സ്രോതസ്, മൂലസ്രോതസ് ദൈവത്തെ കുറിച്ചുള്ള ശരിയായ അറിവും അവബോധവുമാണ്. ശാസ്ത്രത്തിന്റെ പരിമിതവും സദാ മാറ്റത്തിന് വിധേയവുമായ പരിസരത്ത് നിന്നുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുന്നത്, ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ വെല്ലുവിളിക്കുന്നത് ഇരിക്കുന്ന, നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ്. ലോകത്തിലെ പല ശാസ്ത്രജ്ഞന്മാരും ഖുർആന്റെ പേരിൽ നടപ്പിലുള്ള ആചാര മതത്തെ ഔപചാരികമായി സ്വീകരിച്ചവരോ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയവരോ പോലുമല്ല. ലോകത്ത് നിരവധി ശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞു. അവര് ഖുർആനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ട് പോലുമില്ല. എന്നാൽ അവരെല്ലാവരും തന്നെ ഖുർആൻ നിർദ്ദേശിച്ച തരത്തിൽ ഖുർആനെ മനസ്സിലാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ ഖുർആൻ നിർദ്ദേശിക്കുന്ന തരത്തിൽ സ്വന്തം മസ്തിഷ്കങ്ങളെ ഉപയോഗപ്പെടുത്തിയവരാണ്. ഒരു ജനതക്കും ഖുർആനും അതിന്റെ ദൈവസങ്കല്പവും അതിന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകളും അത് നേരിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിന്റെ പരോക്ഷമായ സ്വാധീനത്തിൽ നിന്ന് പുറത്തു നിൽക്കാനാവില്ല. അപ്പോ ഖുർആനിനെ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള സ്വാധീനമല്ലെങ്കിൽ പോലും ഖുർആൻ പറയുന്ന ആ നിർദ്ദേശം അവർ പാലിച്ചതുകൊണ്ടാണ് അവർക്ക് ലോകത്തിന് പല അറിവുകളും പല നേട്ടങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞത്. ഖുർആനെ താങ്കളുടെ പ്രത്യയശാസ്ത്ര വിശ്വാസ പക്ഷപാതങ്ങൾക്ക് മൂലം പല ആളുകൾക്കും അംഗീകരിക്കാനാവില്ലെങ്കിലും ഖുർആനിലൂടെ ഈ ലോകത്ത് നിർദ്ധാരണം ചെയ്യപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട പരമമായ സത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഭൗതികമോ ആത്മീയമോ ആയി മനുഷ്യന് മുന്നേറുക സാധ്യമല്ല. കാരണം നന്മയും സത്യവും നീതിയും ധർമ്മവും ഇല്ലാതെ എത്ര ശാസ്ത്രീയമായി മനുഷ്യൻ പുരോഗമിച്ചാലും അവന് മുന്നോട്ട് പോവുക സാധ്യമല്ല. കാരണം നന്മയും അക്രമങ്ങൾ അവസാനിപ്പിക്കാതെ, സത്യം സ്ഥാപിക്കാതെ, നീതി നിലനിൽക്കാതെ, നന്മ പ്രവർത്തിക്കാതെ, ദയ അല്പമെങ്കിലും ലോകത്തില്ലാതെ അവൻ കണ്ടുപിടിച്ച ശാസ്ത്രീയമായ നേട്ടങ്ങളുമായി അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അതെല്ലാം ഒരു സുപ്രഭാതത്തിൽ തകർന്ന് തരിപ്പണമാകുന്ന രൂപത്തിൽ മനുഷ്യരാശി അക്രമങ്ങളിലേക്ക് നീങ്ങിപ്പോകും. ഈ അക്രമങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിച്ച് സമാധാനപൂർണമായ ഒരു ജീവിതം അവന് കെട്ടിപ്പടുത്തവന് മുന്നോട്ട് പോകണമെങ്കിൽ
ഈ സത്യങ്ങൾ അവൻ അംഗീകരിച്ച് മതിയാവുകയുള്ളൂ. ഖുർആനും അതിലെ ദൈവസങ്കല്പവും ഏതെങ്കിലും ഒരു രാജ്യക്കാരുടെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആളുകളുടെയോ ഏതെങ്കിലും രൂപത്തിൽ പ്രത്യേക വേഷം കെട്ടിയ ആളുകളുടെയോ പൈതൃക സ്വത്തല്ല. അത് മനുഷ്യരാശിയുടെ മുഴുവൻ പൈതൃക സ്വത്താണ്. അതാണ് മാനവരാശിയുടെ യഥാർത്ഥമായ പൈതൃകം. അതാണ് പിൽക്കാലത്ത് മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും പടത്തുവിട്ട എണ്ണമറ്റ കെട്ടുകഥകളല്ല മനുഷ്യരാശിയുടെ പൈതൃകം. നിരവധി കെട്ടുകഥകളും മുത്തശ്ശിക്കഥകളും നാടോടിക്കഥകളും ഉണ്ടാക്കി, അതായത് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കി വിട്ട പടത്തുവിട്ട അതല്ല, അത്തരം കഥകളല്ല മനുഷ്യരാശിയുടെ അനന്തര സ്വത്ത്, പൈതൃക സ്വത്ത്. മറിച്ച് അവന്റെ ബുദ്ധിപരമായ പാപ്പരത്വങ്ങളുടെ സാക്ഷിപത്രങ്ങൾ മാത്രമാണവ. ഖുർആനിക സത്യങ്ങൾ അംഗീകരിക്കുക എന്നത് ഖുർആനെ കുറിച്ച് അവകാശവാദം ഉന്നയിക്കുന്ന ഏതെങ്കിലും സമൂഹങ്ങളുടെയോ രാജ്യക്കാരുടെ സമൂഹങ്ങൾക്ക് വിധേയപ്പെടുക എന്നതല്ല അതിന്റെ അർത്ഥം. മറിച്ച് പരമമായ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും അവന്റെ ജീവിതത്തെ സ്വതന്ത്രമായി അവനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള മാർഗമാണ് എന്നതാണ് അതിന്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിലെ ജീവന്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും ആധാരമായ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്, ദൈവം മാത്രമാണ്. ഖുർആൻ അംഗീകരിക്കുന്നവന്റെ വിധേയത്വം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാജ്യക്കാരോടോ പുരോഹിതന്മാരോടോ സമൂഹങ്ങളോടോ അല്ല, ആ ദൈവത്തോട് മാത്രമാണ് മനുഷ്യന് വിധേയപ്പെടാനുള്ളത്. ഖുർആനിന്റെ പേറ്റന്റ് കുത്തക അവകാശവും അല്ലാഹു ഒരു സമുദായത്തിനും ഒരു രാജ്യത്തിനും പ്രത്യേകമായി കൊടുത്തിട്ടില്ല. ആർക്കും അതിന്റെ കോപ്പി പേരിൽ ആ പകർപ്പ് അവകാശങ്ങളുമില്ല. അത് മനുഷ്യരാശിയുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ തലമുറകൾക്കെല്ലാം സ്വന്തമാണ്. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, അതാണ് ഇവർ വാശി പിടിക്കുന്നത്. ഞങ്ങൾ പറയും പോലെ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റും, ഞങ്ങൾ പറയുന്ന ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് ലോകത്തിന്റെ പ്രശ്നം. ഞങ്ങൾ പറയുന്ന കെട്ടുകഥകളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ലോകത്തിന്റെ പ്രശ്നം. ഖുർആനിന്റെ അള്ളാഹുവിന്റെയും ഖുർആന്റെയും ആ അവകാശം അത് അല്ലാഹു ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു സമുദായത്തിന് മാത്രം വിട്ടുകൊടുത്തില്ല. അത് മനുഷ്യരാശിക്ക് മൊത്തമുള്ളതാണ് ഖുർആൻ. അതിന്റെ അവകാശം, അതിന്റെ പൈതൃകം എല്ലാവർക്കും ഉള്ളതാണ് എന്നാണ് പറയുന്നത്. അത് ഇപ്പോഴും പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കണം. അതാണ് ഈ വാശിയെ കുറിച്ച്. അത് നമ്മൾ ഒരു സ്ഥലത്തും പറയുന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിയത് പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് നമ്മൾ എവിടെയും പറയുന്നില്ല. സത്യത്തിൽ ഈ ദൈവത്തെ നിഷേധിക്കാനും ദൈവത്തെ തള്ളി പറയാനുള്ള കാരണം ദൈവഭയം എന്നുള്ള രൂപത്തിൽ ദൈവത്തെ ഭയപ്പെടുക, ഈ ദൈവഭയത്തെക്കുറിച്ച് തെറ്റായ രൂപത്തിൽ ഇവർ വിശദീകരിച്ചത് കൊണ്ടാണ്. ദൈവഭയത്തെക്കുറിച്ചാണ് അള്ളാഹുവിനെ പേടിക്കണം, അള്ളാഹിനെ പേടിക്കണം എന്ന് പറയുന്നത്. അള്ളാഹിനെ പേടിക്കുന്ന ഭീകരമായ ഒരു സത്വമാണ് ദൈവം എന്നൊരു സന്ദേശം. ഈ അള്ളാഹിനെ പേടിക്കുക, അള്ളാഹിനെ പേടിക്കുക, ഈ അള്ളാഹിനെ പേടിക്കണം എന്നാണ് അനന്യ പറയുക. അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹിനെ ഭയപ്പെടണം എന്ന് പറയുന്നത് ഭീകരമായ എന്തോ ഒരു സത്യമാണ് ദൈവം എന്ന ഒരു സന്ദേശം ആ പറച്ചിൽ പരോക്ഷമായി അടങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക എന്നതിന്റെ അർത്ഥം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിന്റെ അർത്ഥം ചപലവും ക്ഷുദ്രവുമായ എല്ലാവിധ ഭൗതിക ഭയങ്ങളിൽ നിന്നും മുക്തരാവുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഏകനായ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിലെ ചപലവും ക്ഷുദ്രവുമായ എല്ലാ ഭൗതിക ഭയങ്ങളിൽ നിന്നും മനുഷ്യനെ മുക്തരാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുന്നത് മൂലം ഉണ്ടായേക്കാവുന്ന ആപൽക്കരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവൻ ജാഗരൂകനായിരിക്കണം എന്നുള്ളതുമാണ് അള്ളാഹുവിനെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക എന്നതിന്റെ അർത്ഥം. ചുരുക്കി പറയാം, അള്ളാഹുവിനെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഭൗതിക ഭയങ്ങളിൽ നിന്ന്, അത് ചപലമായ ക്ഷുദ്രമായ എല്ലാ ഭൗതിക ഭയങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെടുന്നതോടൊപ്പം
ഈ പ്രകൃതിയിൽ ദൈവം സംവിധാനിച്ചിരിക്കുന്ന പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുന്നത് മൂലമുണ്ടാകുന്ന ആപത്കരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവൻ ജാഗ്രതയുള്ളവനായിരിക്കണം, അവൻ ശ്രദ്ധയുള്ളവനായിരിക്കണം, അതിനെക്കുറിച്ച് സദാ അവൻ ഓർമ്മയുള്ളവനായിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ദൈവത്തിന്റെ വിലക്കുകളെ കുറിച്ച് കരുതലുണ്ടായിരിക്കുക എന്നാണ്. ദൈവത്തെ അള്ളാഹുവിനെ ആരാധിക്കുക എന്നാൽ ഇതുകൂടി ഈ കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള കാരണം ഇത് കൂടി മനസ്സിലാക്കിയാലേ അള്ളാഹുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, അതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒന്നുകൂടി ബോധ്യപ്പെടുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങളെ അനുസരിക്കലാണ്, അല്ലാതെ ശരീരം കൊണ്ട് കാണിക്കുന്ന അർത്ഥശൂന്യമായ ഗോഷ്ഠികളല്ല. സമൂഹത്തിന് ഗുണം ലഭിക്കുന്ന സൽക്രമങ്ങളിൽ വ്യാപൃതരാകുക എന്നതും സമൂഹത്തിന്റെ പുരോഗതിക്കും സംസ്കാരത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമത്തിൽ ഏർപ്പെടുക എന്നതാണ് സത്യത്തിൽ ആരാധന. അതാണ് ആരാധന. അതുകൊണ്ടാണ് ഈ ദൈവത്തെ, ഇന്നുള്ള ദൈവത്തെ ആളുകൾ അംഗീകരിക്കാൻ പ്രയാസം. കൂട്ടമായി ശരീരം കൊണ്ട് കാണിക്കുന്ന ഗോഷ്ഠികളെ കുറിച്ചാണ് ഇന്ന് പറയുന്ന മതങ്ങൾ പറയുന്ന ആരാധന. മറിച്ച് വേദങ്ങളൊക്കെ പറയുന്നതും ആ വേദങ്ങളിൽപ്പെട്ട ഖുർആൻ പറയുന്നതും മനുഷ്യ നന്മക്ക്, മനുഷ്യ സമൂഹത്തിന് ഗുണം ലഭിക്കുന്ന, മനുഷ്യ പുരോഗതിക്ക് സഹായകമായ, മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളിലും മനുഷ്യ സമൂഹത്തിന് ഗുണം ലഭിക്കുന്ന സൽക്രമങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുന്നതിനെ കുറിച്ചും അതാണ് ദൈവാരാധന എന്നാണ് വേദങ്ങളും പറയുന്നത്, ഖുർആനും പറയുന്നത്. അതാണ് ചെറിയൊരു അധ്യായത്തിൽ തന്നെ നമ്മൾ പറയാം, ദീനിന്റെ നിഷേധം എന്ന് പറയുന്നത് സമൂഹത്തിന് ഗുണം ചെയ്യാത്തവനാണ്, അനാഥകളെ സംരക്ഷിക്കാത്തവനാണ്, ഇങ്ങനെ സമൂഹത്തിന് ഗുണം ചെയ്യാത്തവനാണ് ദീൻ നിഷേധി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ സമൂഹത്തിന് ഗുണം ലഭിക്കുന്ന സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും സമൂഹത്തിന്റെ പുരോഗതിക്കും അവരുടെ അറിവിന്റെയും സംസ്കാരത്തിന്റെയും വളർച്ചയ്ക്കും വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമത്തിൽ ഏർപ്പെടുക എന്നതാണ് സത്യത്തിൽ ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്ന് പൊതുവെ ഈശ്വരവിശ്വാസികൾ മാന്യന്മാരും നിരീശ്വരവാദികൾ തീവ്രവാദികളാണെന്നുള്ള ഒരു ധാരണയിലാണ് ഇന്ന് സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഈയിടെ ഒരു അറബ് രാജ്യത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിരീശ്വരവാദം ഭീകരവാദമാണെന്ന് പറയുകയില്ല. യഥാർത്ഥത്തിൽ ഇന്ന് ഈശ്വരവിശ്വാസമാണോ നിരീശ്വരവാദമാണോ ഹാനികരം? അതുകൊണ്ടാണ് ഇത് സത്യത്തിൽ ആടിനെ പട്ടിയാക്കാമെന്ന് പറയുന്ന രൂപത്തിലായതുകൊണ്ടാണ് ഈ ഇത്തരം ദൈവസങ്കല്പങ്ങൾ ഇവർ പറയുന്ന ഈ ദൈവത്തെയാണ് ആളുകൾ സത്യത്തിൽ നിഷേധിക്കുന്നത്. അപ്പൊ ഈശ്വര വിശ്വാസമാണോ നിരീശ്വരവാദമാണോ ഹാനികരം? ഇന്ന് ലോകഗതി എന്ന് നമ്മൾ നോക്കും. ഈശ്വരൻ സ്നേഹമാണ്, സമാധാനമാണെന്നൊക്കെ പറയുന്നവർ തന്നെയാണ് ആ സ്നേഹത്തിനും സമാധാനത്തിനും വിരുദ്ധമായ പ്രവർത്തികളിൽ അധികവും ഏർപ്പെടാറുള്ളത്. ദൈവത്തിന്റെ പേര് പറയുകയും പിശാചിന്റെ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നവരെ ആണ് ഇന്ന് ദൈവവിശ്വാസി എന്ന് വിളിക്കാറുള്ളത്. പലതരം അക്രമങ്ങളെയും വെള്ളപൂശുന്നത് ദൈവനാമം കൊണ്ടാണ്. താൻ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളെയും അക്രമങ്ങളെയും താൻ ചെയ്യുന്ന എല്ലാവിധ സാമൂഹികമായ തിന്മകളെയും വെള്ളപൂശാനുള്ള ഒരു ഉപാധി ദൈവനാമമാണ് അവൻ ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ പിശാചിനേക്കാൾ അക്രമത്തിന് ഉപയോഗപ്പെടുത്തുന്നത് ഇന്ന് ലോകത്ത് ദൈവത്തിന്റെ പേരിനെയാണെന്ന് കാണാം. അതുകൊണ്ടാണ് ശരിയായ ദൈവവും ഇത്തരം ദൈവത്തെ നിഷേധിക്കുന്ന കൂട്ടത്തിൽ ശരിയായ ദൈവവും നിഷേധിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതും എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അക്രമങ്ങളെ വിറ്റഴിക്കാനുള്ള ഒരു ബ്രാൻഡ് നാമമായിട്ടാണ് ഇന്ന് അള്ളാഹുവിന്റെ നാമം അല്ലെങ്കിൽ ദൈവനാമം അല്ലെങ്കിൽ ഈശ്വരനാമം ഉപയോഗിക്കപ്പെടാറുള്ളത്. അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും രാജ്യങ്ങൾക്കിടയിലുള്ളിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ രംഗത്തെ വൻകിട കോർപ്പറേറ്റുകളാണ് പല മതങ്ങളും ദൈവനാമം ഉപയോഗിച്ച്, ഈശ്വരനാമം ഉപയോഗിച്ച്, അള്ളാഹുവിന്റെ നാമം ഉപയോഗിച്ച് പൈശാചിക പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ ലോകത്തിന് ഗുണകരം ഒരുപക്ഷെ ദൈവനാമം ദുരുപയോഗം ചെയ്യാത്ത നിരീശ്വരവാദികളായിരിക്കും. അത് മെല്ലെ പറയാം. കാരണം
അതെന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സമാധാനത്തിന്റെ ആളാണെന്ന് പറയുന്ന ഒരാള്, ഞാൻ അക്രമണ്യെന്ന് പറയുന്ന ഒരാൾ നമ്മൾ ഏറ്റവും സമാധാനത്തിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്രമിക്കുന്ന ആളെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം ഞാൻ അക്രമണ്യാണ് എന്ന് പറയുന്ന ആള് ആക്രമിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് അവരിൽ നിന്ന് പ്രതിരോധം നമുക്ക് മുമ്പന്നെ ഒരുക്കി വെക്കാം. സമാധാനത്തിന്റെ ആളാണ് ഞാൻ, നല്ല ആളാണ് എന്ന് പറയുന്ന ആളിൽ നിന്നുള്ള അക്രമം അപ്രതീക്ഷിതമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അങ്ങനത്തെ ആളുകളെയാണെന്ന് ഞാൻ പറയുന്നത്. അതാണ്. കാരണം ചുരുങ്ങിയ പക്ഷം നിരീശ്വരവാദി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലാണല്ലോ വരിക. ഒരു നിരീശ്വരവാദി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലാണ് വരിക. അവനൊരു കുഞ്ഞിനെ കൊന്നാൽ അത് ക്രിമിനൽ കുറ്റമായിട്ടാണ്. പക്ഷെ ഒരു മതവിശ്വാസി കുഞ്ഞിനെ കൊല്ലുന്നത് അത് ദൈവത്തിന്റെ പേരിലാണ്. ഒരു മതവിശ്വാസി ചെയ്യുന്നത് ദൈവത്തിന്റെ പേരിലാണ്. അതൊരു വിശ്വാസത്തിന്റെ ഇതില്ല പേരിലാണ്. ഒരു മതവിശ്വാസി തന്റെ സഹജീവിയെ കൊന്നാൽ അത് അവന്റെ ദൈവവിശ്വാസത്തിന്റെ പേരിലാണ് വരിക. പക്ഷെ ഒരു നിരീശ്വരവാദി കൊല്ലുമ്പോൾ അത് കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലാണ് വരിക. മറ്റത് അത് പുണ്യകരമായ പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. തന്റെ സഹജീവിയെ കൊന്നാൽ അതിന് സ്വർഗം കിട്ടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്കുള്ള മോക്ഷം കിട്ടും എന്ന പ്രതീക്ഷയിൽ ചെയ്യുന്നതും അത് ഒരു സൽക്കർമ്മമായിട്ടുമാണ്, സൽക്കർമ്മങ്ങളുടെ പട്ടികയിലാണ് വരിക. അപ്പൊ കപട ഈശ്വരവാദിയാകട്ടെ മനുഷ്യരോട് ചെയ്യുന്ന അവന്റെ നീചകൃത്യങ്ങളെ ദൈവം, മതം എന്നെല്ലാമുള്ള മുഖംമൂടി അണിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ പുണ്യപ്രവർത്തനങ്ങളുടെ പട്ടികയിൽ ചേർക്കാനും ഉപയോഗിക്കുന്നു. നിരീശ്വരവാദി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അത് കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലാണ് വരിക. അപ്പൊ ദൈവനാമം, അള്ളാഹുവിന്റെ നാമം കുറ്റവാളികൾക്ക് മുഖംമൂടിയായി ഉപയോഗിക്കാനുള്ളതല്ലാന്നാണ് എനിക്ക് പറയാനുള്ളത്. കപട ദൈവവിശ്വാസികൾ പുണ്യപ്രവർത്തികൾ എന്ന പേരിൽ പ്രചരിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിലക്കുണ്ടായാൽ തന്നെ ലോകത്ത് സമാധാനമുണ്ടാവും. അതുകൊണ്ടുകൂടിയാണ് ചിന്താശേഷിയുള്ളവർ ദൈവനാമത്തിൽ നിന്ന് അകന്നുപോയത്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പ്രവർത്തികൾക്ക് ആഹ്വാനം നൽകുന്നതിന് മുമ്പ് ഖുർആൻ വിലക്കുകൾക്കാണ്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, വിലക്കുകൾക്കാണ് ആദ്യം ഖുർആൻ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഖുർആൻ ഇസ്ലാം വിലക്കുകളുടെ ദീനാവുന്നത്. നീച പ്രവർത്തികളുടെ വിലക്കുകളാണ് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. ആ വിലക്കുകൾ പ്രാവർത്തികമാക്കുമ്പോൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെയും ചിന്താ സ്വാതന്ത്ര്യത്തിന്റെയും അവകാശങ്ങളുടെയും ഈ വിലക്കുകൾ ഖുർആൻ വിലക്കിയത് നീച പ്രവർത്തികളാണ്. പക്ഷെ ഈ നീച പ്രവർത്തികളാണ് ഇസ്ലാം വിലക്കുകളായിട്ട് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ വിലക്കുകൾ സമൂഹത്തിൽ പുരോഹിതന്മാര് പ്രാവർത്തികമാക്കി വന്നപ്പോൾ ആ വിലക്കുകളുണ്ടായി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ ോടുള്ള വിലക്കുകളായി, മനുഷ്യന്റെ ചിന്താ സ്വാതന്ത്ര്യത്തോടുള്ള വിലക്കുകളായി, മനുഷ്യന്റെ അവകാശങ്ങളുടെ വിലക്കുകളായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ മതങ്ങളൊക്കെ ഈ രൂപത്തിൽ വികലമാവുകയും അങ്ങനെ ആ മതങ്ങളെയും ഇവർ വികലമാക്കിയ ദൈവത്തെയും നിഷേധിക്കാൻ ആളുകൾ താല്പര്യം കാണിക്കേണ്ടി വന്നത്. ആളുകൾ ആ വഴിക്ക് തിരിഞ്ഞത് അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ തിന്മകളെയാണ് ഖുർആൻ വിലക്കിയത്. പക്ഷെ ഇവരൊരു പ്രാവർത്തികമാക്കി വന്നപ്പോണ്ടായി മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായി. ഞാൻ ഓരോന്നിനും ഉദാഹരണം പറയുന്നത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ വരെ ഇവരെ നിഷേധിച്ചു. ചിന്താ സ്വാതന്ത്ര്യത്തെ വരെ ഇവരെ നിഷേധിച്ചു. ഖുർആനിലൊക്കെ നിഷേധിക്കുന്നുണ്ടെന്നുള്ള രൂപത്തിൽ മനുഷ്യന്റെ അവകാശങ്ങളുടെ വിലക്കുകളായി ഇവർ അതിനെ മാറ്റി. അപ്പോ ദൈവികമായ വിലക്കുകൾ, ദൈവികമായ കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ പറയുന്നതല്ല. ദൈവികമായ കൽപ്പനകളും ആശയങ്ങളും എന്ന് പറയുന്നത് അവന്റെ വേദത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ആ വേദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ദൈവികമായ കൽപ്പനകൾ എന്ന് പറയുന്നത്. ദൈവവചനങ്ങൾ എന്ന പേരിൽ അല്ലാഹു അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ള കൽപ്പനകളെയും നിയമങ്ങളെയും പറ്റിയാണ് ദൈവം പറഞ്ഞത് എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞു, മതസംഘടനകൾ പറഞ്ഞു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പേരിൽ അവർ പറയുന്നതും ദൈവം പറഞ്ഞതൊന്നുമല്ല. ദൈവം പറഞ്ഞത് ദൈവത്തിന്റെ വചനങ്ങൾ എന്ന പേരിൽ അവന്റെ വേദത്തിലുണ്ടാവും. ആ വേദത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ദൈവം പറഞ്ഞത് എന്ന് പറയുന്നത്.
ആ ഗ്രന്ഥത്തിലുള്ള അതൊക്കെ അത് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവർക്കൊന്നും തന്നെ മനുഷ്യരാശിക്കാകമാനം ഹാനികരമായ യാതൊന്നും ആ ശരിയായ രൂപത്തിൽ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കുമ്പോൾ മനുഷ്യരാശിക്ക് ഹാനികരമായ യാതൊന്നും അതിൽ കാണാൻ കഴിയുന്നില്ല. പകരം അതിൽ കാണാൻ കഴിയുന്നത് മനുഷ്യരുടെ ലോകത്തിന്റെ സമാധാനത്തിനും ലോകത്തിന്റെ സാഹോദര്യത്തിനും വേണ്ടിയുള്ള ആഹ്വാനങ്ങളാണ്. അറിവ് ഏത് വിധേനയും കരസ്ഥമാക്കാനുള്ള അതിന്റെ ആഹ്വാനത്തെ അറിവിനോട് പുറംതിരിഞ്ഞു നിൽക്കാനുള്ള നിർദ്ദേശമായി മനുഷ്യരാശിയുടെ ഐക്യത്തിന് വേണ്ടിയുള്ള ഖുർആനിലെ ഉത്ബോധനങ്ങളെ മനുഷ്യരാശിയുടെ ഭിന്നിപ്പിന് വേണ്ടിയും സ്നേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന കാര്യങ്ങളെ മനുഷ്യർക്കിടയിലുള്ള വിദ്വേഷത്തിന് വേണ്ടിയും ഇങ്ങനെ വിശാലമായ അതിന്റെ ആശയങ്ങളെ മുഴുവൻ സങ്കുചിത താല്പര്യങ്ങളാകും സാർവലൗകികവും പ്രാദേശികവും കാലദേശങ്ങൾക്ക് അതീതവുമായ തത്വങ്ങളെ കാലത്തിനും ദേശത്തിനും തളച്ചിടുന്നതായും ആണ് ഇന്ന് പരിഭാഷപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ പുരോഗതിക്കുള്ള കാര്യങ്ങളെ സമൂഹത്തിന് പിന്നോട്ട് വലിക്കാനുള്ള കാര്യങ്ങളാക്കി മാറ്റി അറിവ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞ അതിലെ ആഹ്വാനങ്ങളെ മുഴുവൻ അറിവിനോട് പുറംതിരിഞ്ഞു നിൽക്കാനുള്ള ആഹ്വാനങ്ങളാക്കി മാറ്റി മനുഷ്യരാശിയുടെ ഐക്യത്തെക്കുറിച്ചും യോജിപ്പിനെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും മനുഷ്യരാശി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും പറയുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യരാശിയുടെ ഭിന്നിപ്പും സംഘർഷങ്ങളും ഒരു ചെറിയ ആരാധനയുടെ ഒരു ചെറിയ പ്രശ്നത്തിൽ വരെ 100,000 ഗ്രൂപ്പുകളാക്കി മാറ്റാനുള്ളതുമാക്കി 100,000 ഗ്രൂപ്പുകൾ ഉണ്ടാക്കി തീർക്കാനുള്ളതുമാക്കി മാറ്റി അതിന്റെ വിശാലമായ സ്നേഹത്തെക്കുറിച്ച് കരുണയെക്കുറിച്ച് പറയുന്നത് ക്രൂരതയെക്കുറിച്ചും വിദ്വേഷത്തിനു വേണ്ടിയുള്ളതുമാക്കി ഖുർആനിലെ വിശാലമായ ആശയങ്ങളെ സങ്കുചിത താല്പര്യങ്ങളാക്കി മാറ്റി സാർവലൗകികവും പ്രാദേശികവും കാലദേശങ്ങൾക്ക് അതീതവുമായ ഖുർആനികമായ തത്വങ്ങളെ കാലത്തിനും ദേശത്തിലും തളച്ചിടുന്നതുമായി പരിഭാഷപ്പെടുത്തി ഇങ്ങനെ വിപരീത പരിഭാഷകൾ ഈ രൂപത്തിൽ വിപരീത പരിഭാഷകൾ സത്യമാണെന്ന് വരികിൽ ഇതാണ് ഖുർആനെങ്കിൽ ഇങ്ങനെ പരിഭാഷപ്പെടുത്തപ്പെട്ട ഐക്യത്തിന് വേണ്ടി ഭിന്നിക്കരുത് എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നിക്കാൻ പാടില്ല എന്ന് നിരവധി അനവധി വചനങ്ങളിലാകുക. അതിനെ നിങ്ങൾ ഭിന്നിക്കുന്ന 73 അല്ല 7300 ആകുന്നു. അങ്ങനെ 7373 ഭിന്നിക്കാനും അതിൽ ഒരാളായി ഞങ്ങളായി മാറാനും അങ്ങനെ സ്വർഗത്തിൽ പോകാനുമാണ് ഇപ്പൊ സമൂഹം തർക്കിക്കുന്നത്. 73 ആവണം അങ്ങനെ ഞങ്ങൾ വന്ന് പിന്നെ അതിൽ ഒരു വിഭാഗം സ്വർഗത്തിലുള്ളതെന്നും ആ സ്വർഗത്തിൽ പോണ ഒരു വിഭാഗം ഞങ്ങളാകണം എന്നുള്ള തർക്കത്തിലാണ് ഇപ്പൊ നടക്കുന്ന ലോകം. ഇങ്ങനെ ഈ രൂപത്തിൽ വികലമാക്കപ്പെട്ട പരിഭാഷകളാണ് ഖുർആനെങ്കിൽ അതാണ് ഖുർആനെങ്കിൽ അത് മനസ്സിലാക്കുന്നതിലുള്ള ആ ഗ്രന്ഥത്തോളം ഈ രൂപത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ഖുർആനാണ് ഖുർആനെങ്കിൽ അത് സത്യമാണെന്നും അതാണ് സത്യമെന്ന് ഇവർ പറയുന്നത്. അത്രത്തോളം അപകടകരമായ മറ്റൊരു ഗ്രന്ഥം വേറെ ഉണ്ടാവില്ല. അതല്ല ആ ഗ്രന്ഥത്തിലെ ഉന്നത മൂല്യങ്ങളെ കുറിച്ച് പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കുന്നതിലുള്ള തടസ്സങ്ങൾ എന്താണെങ്കിൽ അത് നീക്കിയേ മതിയാവും. മനുഷ്യന്റെ അക്രമവാസനയെ പരിപോഷിക്കുന്ന തരത്തിലുള്ള ദൈവികമായ സങ്കല്പങ്ങൾ, ദൈവികമായ വിശ്വാസങ്ങൾ നിയന്ത്രിക്കാൻ മതിയാവും. ഏത് അക്രമത്തിനും ദൈവിക പരിവേഷവും മതപരിവേഷവും നൽകുന്നതിന് നാം തിരിച്ചറിഞ്ഞ് മതിയാവും. ഇതൊക്കെ ദൈവനിഷേധത്തിനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും. പ്രാകൃത മനുഷ്യൻ അവന്റെ അടിമത്ത മോചനത്തിന് അക്രമാസക്തമായ മാർഗങ്ങൾ ഒരുപക്ഷെ സ്വീകരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ആധുനിക മനുഷ്യൻ ആധുനികനാവുന്നത് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള അവന്റെ വിപ്ലവങ്ങൾ സൃഷ്ടിപരമാവുമ്പോൾ മാത്രമാണ്. പ്രാകൃത മനുഷ്യൻ അക്രമത്തിന്റെ മാർഗങ്ങൾ സ്വീകരിച്ചു വരുന്നെങ്കിൽ ആധുനിക മനുഷ്യനും ആ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് എങ്ങനെ ശരിയാകാം? പുതിയ കെട്ടിടങ്ങളോ വേഷവിധാനങ്ങളോ പുതിയ കണ്ടുപിടുത്തങ്ങളോ മനുഷ്യനെ ഇതൊന്നുമല്ല മനുഷ്യനെ ആധുനികനാക്കുന്നത്. കുറെ പുതിയ കെട്ടിടങ്ങളുണ്ടായി, പുതിയ വേഷവിധാനങ്ങളുണ്ടായി, പുതിയ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ. ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ ആധുനികനാക്കുന്നത്. പുതിയ ഒരു സംസ്കാരം,
കൊണ്ടല്ലാതെ മനുഷ്യരാശിക്ക് നല്ല ഒരു സംസ്കാരം കൊണ്ടല്ലാതെ, പുതിയതും അത്യുന്നതവുമായ ഒരു സംസ്കാരം കൊണ്ടല്ലാതെ മനുഷ്യരാശിക്ക് ആധുനികത അവകാശപ്പെടാനേ കഴിയില്ല. പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് ഒരിക്കലും ആധുനികത കൈവരില്ല. ശിലായുഗത്തിൽ ശത്രുക്കളെ കല്ലുകൊണ്ട് നേരിട്ടിരുന്നെങ്കിൽ ആ കല്ലിൽ നിന്ന് കമ്പ്യൂട്ടറിലെ യുഗത്തിലേക്കും അമ്പിൽ നിന്ന് അണുവായുധത്തിലേക്കും മനുഷ്യൻ പുരോഗമിച്ചെങ്കിലും മനുഷ്യൻ ഇപ്പോഴും ആ പ്രാകൃതൻ തന്നെയായി മാറുന്നത് ശരിയല്ല. ആ പ്രാകൃതനായ മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കാനും ഉപയുക്തമായതായിരിക്കണം ദൈവവിശ്വാസവും വേദങ്ങളിലുള്ള വേദവും ദൈവവും അതിനുപയുക്തമായ ദൈവസങ്കല്പവും വേദവിശ്വാസവും വേദാരവും അതിന് സഹായകമായിരിക്കണം എന്നാണ്. അല്ലാതെ കല്ലുകൊണ്ട് മനുഷ്യൻ ജീവിച്ചിരുന്ന ആ കല്ലിന്റെ യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് മനുഷ്യൻ വന്നതുകൊണ്ടോ, അമ്പുകൾ ഉപയോഗിക്കുന്ന ആ ശിലായുഗത്തിൽ നിന്ന് അണുവായുധത്തിലേക്ക് മനുഷ്യൻ പുരോഗമിച്ചത് കൊണ്ടോ ആ പഴയ പ്രാകൃത സ്വഭാവത്തിൽ നിന്ന് അവൻ മാറണമെന്നില്ല. അവനെ ആ പ്രാകൃതത്തിൽ നിന്ന് ആധുനികതയിലേക്ക് മാറ്റി സംസ്കാരസമ്പന്ന ഉന്നതമായ ഒരു സംസ്കാരം കെട്ടിപ്പടുത്ത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവനെ ഉപയുക്തനാക്കാൻ പറ്റുന്ന രൂപത്തിൽ ദൈവവും ആ ദൈവത്തിന്റെ വേദങ്ങളും ആ രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ശരിയായ രൂപത്തിൽ തന്നെ സമൂഹം ദൈവത്തെയും വേദത്തെയും അറിയണമെന്നാണ് നമുക്ക് പറയുന്നത്. വേദഗ്രന്ഥങ്ങൾ വൈജ്ഞാനിക പുരോഗതിക്ക് ആയുധങ്ങളും ഉപകരണങ്ങളും നവീകരിക്കാനല്ല ആവശ്യപ്പെടുന്നത്. കിരാതമായ സാംസ്കാരിക വൈകല്യങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേശങ്ങൾക്കനുസരിച്ച് പരിവർത്തിപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. കിരാതമായ മനുഷ്യന്റെ സാംസ്കാരികമായ വൈകല്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ദൈവികമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ദേശങ്ങൾക്കും പ്രദേശങ്ങൾക്കും അനുസരിച്ച് അതിനെ പരിവർത്തിപ്പിച്ച് നന്നാക്കി തീർക്കാനാണ് ദൈവവും വേദവും ആവശ്യപ്പെടുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള അബദ്ധജടിലമായ വീക്ഷണ വൈകല്യങ്ങളെ, മനുഷ്യരാശിയുടെ ജീവിതത്തെക്കുറിച്ച് ജടിലമായ വീക്ഷണ വൈകല്യങ്ങളെ തിരുത്തുവാനും അതിനെ നേരാക്കിയെടുക്കാനുമാണ് ഖുർആനും അള്ളാഹുവും ആവശ്യപ്പെടുന്നത്. അങ്ങനത്തെ ഒരു ദൈവത്തെക്കുറിച്ച്, അങ്ങനത്തെ ഒരു വേദത്തെക്കുറിച്ച്, അങ്ങനത്തെ ഒരു ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ ഖുർആനെ നമുക്ക് നിഷേധിക്കേണ്ടി വരില്ല, ആ ദൈവത്തെ നമുക്ക് തള്ളിപ്പറയേണ്ടി വരില്ല. ആ ദൈവവും ആ ഖുർആനും അത്തരം വേദങ്ങളുടെ ഖുർആനെന്നല്ല, ഏത് ദൈവിക വേദങ്ങളായാലും ശരി അത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് വരും. അല്ലാതെ മനുഷ്യന്റെ ഇല്ലാത്ത നന്മകളെയും ചൂഷണം ചെയ്യുന്ന, അവന്റെ അപരാധങ്ങളും ചൂഷണം ചെയ്യുന്ന, അവന് കിട്ടേണ്ട നന്മകൾ മുഴുവൻ കെട്ടിടങ്ങളും മറ്റ് ആഘോഷങ്ങളും സമ്മേളനങ്ങളും തീർത്ഥാടനങ്ങൾക്കുമായി അവന് കിട്ടേണ്ട മുഴുവൻ വഴിതിരിഞ്ഞു പോകുമ്പോൾ അവന്റെ മുഴുവൻ ചിന്തിച്ചേക്കാം, ഈ ദൈവം എനിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ കിട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ദൈവമാണെന്ന്. ദൈവത്തിന്റെ പോലെ റോഡിലിറങ്ങി റോഡ് തടസ്സപ്പെടുമ്പോൾ തന്റെ ഉറ്റവരായ ആരെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയാതെ മരിച്ചു വീഴുന്നു. അവരുടെ ഉറ്റവരായ ആളുകൾ ഒരുവർക്ക് ചിന്തിച്ചേക്കാം, ഈ ദൈവം ദൈവവിശ്വാസം കൊണ്ടുണ്ടോ എന്ന് എനിക്ക് ദോഷമല്ലാതെ എന്താണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ദൈവത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട വികലമായ വിശ്വാസങ്ങളും വികലമായ കാര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ദൈവത്തെയും ദൈവികവും ദൈവത്തെയും തള്ളിക്കളയാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച വസ്തുതയെന്ന് നാം തിരിച്ചറിയാം. അതുകൊണ്ട് ശരിയായ ദൈവികമായ അവബോധം കൊണ്ട് മാത്രമേ ശരിയായ രൂപത്തിൽ ഖുർആൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ലോകത്തിന് നന്മയുണ്ടാവുകയുള്ളൂ. അപ്പോ ലോകത്തെ കിട്ടേണ്ട നന്മകൾ മുഴുവൻ, ലോകത്തിന് ഗുണങ്ങൾ മുഴുവൻ മനുഷ്യരാശിയുടെ അവതരിപ്പിക്കപ്പെട്ട ദൈവിക വിശ്വാസവും ദൈവിക സങ്കല്പവും വേദങ്ങളും അതിന് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തയ്യാറാകാനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ ഇവിടെ അവസാനിപ്പിക്കുന്നു.